അതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല, എന്റെ മേൽ ജയം ഇല്ല. നന്ദി കർത്താവേ. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചേർന്ന് എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എന്റെ ജീവകാലത്ത് വരുത്തില്ല. ഞാൻ ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടിരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുക തന്നെ ചെയ്യും. ആമേൻ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. വേഗത്തിൽ തന്നെ ഞാൻ വചനം എടുത്തതിന് മുന്നോട്ട് പോകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ ഒന്ന് വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യമാണ്. സിസ്റ്ററെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പുഷ്പ സിസ്റ്റർ ഉണ്ടല്ലോ അല്ലേ? ആമേൻ. ഇവിടെ ഇങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 16 പറയുന്നത്. മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 16 പറയുന്നത്, നമുക്ക് ഈ ദിവസങ്ങളിൽ മത്തായിയുടെ സുവിശേഷമാണല്ലോ നമ്മൾ ധ്യാനിച്ചു വരുന്നത്. തുടർമാനമായിട്ട് ഇത് കേൾക്കുക. കർത്താവ് അതിൽ സഹായിക്കുന്നത്. ഞാൻ അവനെ തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. 16 So I brought him to your disciples, but they could not cure him. നിങ്ങൾ ഈ വാക്ക് നോക്കുക. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോ കർത്താവിന്റെ ശിഷ്യന്മാര് പറയുന്നു അവർക്ക് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് രോഗിയായ മകനുള്ള പിതാവ് പറയുകയാണ്. But the father says he brought his son to the disciples, but they could not cure him. നമുക്കിത് അറിയാവുന്ന ഒരു പശ്ചാത്തലമാണ്, പലതവണ ധ്യാനിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് അതിലേക്കല്ല പോകുന്നത്. എന്നാൽ അവിടെ യേശു But our focus is different today. ഇവിടെ നോക്കുക. അതിന് യേശു പറയുന്നു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയും നിങ്ങളുടെ എത്രത്തോളം ഞാൻ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശു ഭൂതത്തെ ശാസിച്ചു. So Jesus said, "Oh faithless and perverse generation, how long shall I be with you?" നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റി നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാം. We are going to hear something very important in our faith life. ഇവിടെ നിങ്ങൾ നോക്കി, എന്തുകൊണ്ട് ശിഷ്യന്മാർ കഴിഞ്ഞില്ല? അതിന് ബൈബിൾ പറയുന്ന അവരുടെ അവിശ്വാസമാണ്. Why they couldn't do it? Because they were faithless. എന്താണ് അവിശ്വാസം? എന്താണ് വിശ്വാസം? What is faith and what is faithlessness? ഈ വാക്ക് മറക്കരുത്. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. We will come back to this word. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 18 വായിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 80-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. Yeah, Luke 1:80. So the child grew and became strong in spirit and was in the desert till the day of his manifestation to Israel. ഓക്കേ, അവിടെ കൊടുത്തിരിക്കുന്നത് ചൈൽഡ് ഗ്രൂ, അതായത് ആ ബാലൻ അല്ലെങ്കിൽ ആ പൈതൽ, യോഹന്നാൻ സ്നാപകനെ പറ്റിയാണ് പറയുന്നത്. ആ ചൈൽഡ് വളർന്നു എന്നാണ്. അത് ആത്മാവിൽ ബലപ്പെടുന്നു. ഓക്കെ, വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു എന്ന് പറഞ്ഞേക്കുന്നത്. He grew and became strong in the spirit. അവിടെ ആത്മാവിൽ ബലപ്പെട്ടു എന്ന വാക്കിന് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ വളർന്നു എന്ന വാക്കിന് കൊടുത്തേക്കുന്ന പദം ഇൻക്രീസ് ആയെന്ന് കൊടുത്തേക്കുന്നത്. The word they used is increase. അത് ഞാൻ സെയിം ആണ്. ഗ്രൂ എന്നുള്ള വാക്കിനേക്കാൾ കുറച്ചും കൂടെ നല്ലതായിട്ട് ഇൻക്രീസ്, അതായത് ആത്മാവിൽ ഓരോ ദിവസവും ഇൻക്രീസ് ആയിക്കൊണ്ടിരുന്നു. He increased in the spirit day by day. എന്തുകൊണ്ട് ആ പദം അങ്ങനെ പറയാൻ കാരണം, ലൂക്കോസിന്റെ സുവിശേഷം 2:40 ഒരു വാക്യമുണ്ട്. In Luke 2:40 there is another verse. ഇത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. About Jesus Christ. നമ്മൾ മുമ്പേ വായിച്ചത് യോഹന്നാൻ സ്നാപകനെ പറ്റിയാണ്. Luke 1:80 said about John the Baptist. ഇതേ വാക്ക് തന്നെ പറയുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. And the same verse says, the child grew, became strong in spirit, filled with wisdom. എന്റെ കൂടെ എല്ലാവരും പറഞ്ഞേ, ആത്മാവിൽ വളരണമെന്ന് പറ. Grow in the spirit, increase in the spirit. ആത്മാവിൽ വളരുക. സിസ്റ്ററെ എപ്പോഴും നോക്കണം, മ്യൂട്ട് ആയി കഴിയുമ്പോൾ അൺമ്യൂട്ട് ചെയ്തോണേ. ആത്മാവിൽ വളരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ?
നിങ്ങൾ പലതവണ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്തൊരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ പറയത്തില്ല ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പക്ഷെ നടന്നില്ല. പക്ഷേ ബ്രദർ ഇപ്പം ഞാനിന്ന് ഒരു വ്യക്തി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തുള്ളൂ, പല കാര്യത്തിൽ പല ബ്രദർമാരായിക്കോട്ടെ പല ശുശ്രൂഷകരായിക്കോട്ടെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല പക്ഷെ ആ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നടന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നടന്നില്ല പക്ഷെ ആ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ നടന്നു എന്ന് പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? Any of you have prayed and not happened, but somebody else prayed for you and have it happen to you? അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചോളൂ, എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പം ആ വിടുതൽ സംഭവിച്ചില്ല, അല്ലെങ്കിൽ ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴോ വേറെ ഏതെങ്കിലും ബ്രദർമാര് പ്രാർത്ഥിച്ചപ്പോഴോ അത് നടന്നു? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? Have you thought that when you prayed it did not happen, but when somebody else prayed it happened? ഇവിടെയാണ് ആത്മാവിലുള്ള വളർച്ചയെ പറ്റി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. This is where we hear about the increasing in the spirit. രക്ഷിക്കപ്പെട്ട വിശ്വാസി വളരണം. A believer should grow in the spirit. ഇങ്ങനെ നിങ്ങൾ വളർന്നില്ല. നോക്കിക്കേ, ഇവിടെ യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുന്നു. യോഹന്നാൻ സ്നാപകൻ ലൂക്കോസിന്റെ 1:20 പറയുന്നു, പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു. The child grew and became strong in the spirit. അപ്പൊ ആത്മാവിൽ വളരുകയാണ്. He grew in the spirit, became strong in the spirit. രണ്ട് വളർച്ചയുണ്ട്, ജഡത്തിലെ വളർച്ചയുണ്ട്, ആത്മാവിന്റെ വളർച്ചയുണ്ട്. You can grow in the flesh, you can grow in the spirit. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് നിങ്ങൾക്കറിയാം ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളർച്ച ഉണ്ടാകുന്നുണ്ട് അല്ലേ? Year by year, year after year, you grow in your body. നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. There are differences in your body. ഇതേപോലെ ആത്മാവിലും വളർച്ച നമുക്ക് ആവശ്യമാണ്. Same wise, you should increase in your spirit as well. അപ്പൊ ആത്മാവിൽ വളരുക എന്ന് പറഞ്ഞാൽ Growing in the spirit means നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ആത്മീയ കാര്യങ്ങളെ കൂടുതൽ അറിയാനാണ് ഈ വളർച്ച. in your life, you should know more of the spirit. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം എടുക്കാവോ? റോമർ ലേഖനം 8 വാക്യം വായിക്കാവോ? റോമർ 8:26. Romans 8:26 says, likewise, the spirit also helps in our weaknesses, for we do not know what we should pray for as we ought, but the spirit himself make intercession for us with groanings which cannot be uttered. നിങ്ങൾ നോക്കി, ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ അഥവാ ഇൻഫിമിറ്റി, നമുക്കുള്ള ബലഹീനതകളിൽ നമ്മളെ സഹായിക്കുന്നു. In our weaknesses, the spirit helps us. ഇവിടെ നിങ്ങൾ ഈ വാക്ക് നോക്കിയോണം. ഇപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്തുവാ? ഒന്ന് പറഞ്ഞേ. What do you understand by the weaknesses the spirit helps you? നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ബലഹീനതകൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് പ്രാർത്ഥനയിലുള്ള നമ്മുടെ ശക്തി നമ്മൾ ക്ഷീണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളവൻ ബലപ്പെടുത്തും. അപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്ന ഉത്തരങ്ങളാണ് ഇതെല്ലാം. നോക്കി, ഈ വാക്കാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണനിൽക്കുന്നു. അപ്പൊ എന്താണ് ഈ ബലഹീനത എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ലൂക്കോസ് 1 വായിക്കുമ്പോൾ അവർ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു. Luke 1 says he grew and became strong in the spirit. യേശുക്രിസ്തുവിനെ പറ്റി നമ്മൾ വായിച്ചു. സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആ വാക്ക് ഞാൻ എടുത്തു പറയുകയാണ്. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞു പൈതൽ വളർന്നു. അവിടെ കൊടുക്കുന്നത് ഇൻക്രീസ് ആയി, അത് ആത്മാവിൽ ഇൻക്രീസ് ആയിക്കും. ഓരോ ദിവസവും യേശുവും യോഹന്നാനും ആത്മാവിൽ അവര് നിറയുക, അല്ലെങ്കിൽ ആത്മാവിൽ ബലപ്പെടുക, ആത്മാവിൽ ഇൻക്രീസ് ആവുക, അഥവാ വളരുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്നാൽ റോമാലേഖനം 8-ാം വാക്യത്തിൽ പറയുന്നു ബലഹീനത. നോക്കിക്കേ, ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്നു. Spirit helps us in our weaknesses. ഇത് നമ്മുടെ ജഡത്തിന്റെ ബലഹീനതയല്ല, It is not the weaknesses of our flesh, ഇത് സ്പിരിറ്റിന്റെ ബലഹീനതയാണ്. but it is the spirit's weaknesses. ഞാനിന്ന് പകലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർത്തു കറുത്ത പലപ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് നമ്മുടെ ജഡത്തിന്റെ ബലഹീനതയായിരിക്കും എന്ന് വിചാരിച്ചത്. I always thought it is the fleshly weaknesses. കാര്യം പരിശുദ്ധാത്മാവ് നമുക്കറിയാം. റോമാലേഖനം വായിക്കുമ്പോൾ റോമർ 8 പറയുന്നു ആത്മാവ് താൻ നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞു. The spirit witnesses to our spirit.
അപ്പൊ നമ്മുടെ പരിശുദ്ധാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തോടല്ല, നമ്മുടെ ആത്മാവിനോടാണ്. റോമർ 8:16 ആ വാക്ക് എടുത്തേക്ക് സിസ്റ്റർ, അല്ലെ പിന്നെ കൺഫ്യൂഷൻ വേണ്ട. റോമർ 8:16 റോമാലേഖനം, റോമർ ചാപ്റ്റർ 8 വേഴ്സ് 16 ആ വാക്യം Yeah. ഒന്ന് എടുത്ത് കിട്ടിയ വാക്യം Uh, നോക്കിയ ദൈവമക്കളെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാவோட സാക്ഷ്യം പറയുന്നു. ഇപ്പൊ the Holy Spirit witnesses to our spirit. പരിശുദ്ധാത്മാവിന് ബന്ധം എന്റെ ആത്മാവുമായിട്ടാണ്. Holy Spirit is connected to my spirit. ഇവിടെ നോക്കി, അപ്പൊ പരിശുദ്ധാത്മാവ് എന്റെ ആത്മാവിന്റെ ബലഹീനതയിൽ അല്ലെങ്കിൽ എന്റെ ഇൻഫിമിറ്റി അഥവാ എന്റെ വീക്ക്നെസ്സുകളിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. Holy Spirit helps in my infirmities, in my നോക്കിക്കേ, spirit. എന്തിനു വേണ്ടിയാ? വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ട നാം അറിയുന്നില്ല. Because I don't know how to pray as I ought to pray. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വാക്യം പറയുന്നത് നിങ്ങൾ ആത്മാവ് പ്രാർത്ഥിക്കുന്ന പറഞ്ഞു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആത്മാവ് പ്രാർത്ഥിക്കുന്ന പറഞ്ഞേക്കുന്നത്. It says the Spirit Himself pray for us. അപ്പൊ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. When we speak in tongues, our spirit prays for us. അപ്പൊ പരിശുദ്ധാത്മാവ് എന്തിനാണ്? അപ്പൊ എന്താണ് എന്റെ ബലഹീനത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, If you ask what is my weakness, ഇപ്പൊ നിങ്ങളൊരു വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, suppose you're praying in some subject, പ്രാർത്ഥിച്ചിട്ട് ആ വിഷയം മാറുന്നില്ല, you are praying and the subject is not going away. നിങ്ങൾ വചനം പറഞ്ഞിട്ട് ആ വിഷയം മാറുന്നില്ല. Even after your confessions, it is not changing. അപ്പൊ നിങ്ങൾ പറയും എന്താണ് ഇത് മാറാത്തത്? Then you might ask why it is not changing. പക്ഷെ നിങ്ങളുടെ ആത്മാവിനെ പറ്റി ബൈബിൾ പറയുന്നു, ആത്മീയൻ സകലത്തെ അറിയുന്നു. But the Bible says the Spirit knows everything. പക്ഷെ ആത്മാവിന് എന്തുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിന്റെ കാരണം അറിയാൻ പറ്റുന്നില്ല? But why the Spirit does not know the reason for your കൊരിന്ത്യലേഖനം പറയുന്നു ആത്മാവ് എല്ലാം അറിയുന്നുണ്ട്. Corinthians say the Spirit knows everything. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിന്റെ കാരണം അറിയാൻ പറ്റുന്നില്ല? But why I don't know the reason for this? കാരണം നിങ്ങൾ ആത്മാവിൽ വളരാത്തത് കൊണ്ടാണ്. Because you are not grown in the Spirit. അപ്പൊ ആത്മാവിൽ വളരുക എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളെ തിരിച്ചറിയുവാനുള്ള എബിലിറ്റിയാണ്. It is the to grow in the Spirit means it is a discernment. It is the ability to discernment. ഞാനിപ്പോൾ സിസ്റ്റർ ഒരു ടെസ്റ്റ് മണിയാണ്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ ഓർമ്മയിൽ വന്നതാണ്. ബാക്കി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്താൽ മതി. എപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ അത് മാത്രം ഉള്ളതെന്നല്ല, ഒത്തിരി സാക്ഷി നമുക്കുണ്ട്. നമ്മൾ എനിക്കൊരു തൊടുപുഴ മീറ്റിംഗിൽ വെച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു പേര് വെളിപ്പെട്ടു, മനുവെന്ന് പറഞ്ഞൊരു പേര് വെളിപ്പെട്ടു. ദൈവം അവനെ പൊതിയാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു ഇന്ന ആളാണ്, എൻ്റെ മോനോ അല്ലെങ്കിൽ എൻ്റെ എന്തോ ഒരു കസിനോ ആരുടെ എനിക്ക് ഏറ്റെടുത്തു. അതിനുശേഷം ആ സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നു, ഇടുക്കിയിലോ എന്തോ പോകുന്ന സമയത്ത് കാറ് 3 വട്ടം, ഒന്ന് ആന വന്ന് ഇരിക്കുകയോ ചെയ്തു, 2 കൊക്കയിലോട്ട് മറിയുന്ന പോലെ എന്തോ ആപത്തുണ്ടായി. അങ്ങനെ പല അനർത്ഥങ്ങൾ അവൻ്റെ മുമ്പിലുണ്ടായി. പക്ഷെ കർത്താവ് അവനെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ ഒരു നോർമൽ മനുഷ്യൻ നോക്കുമ്പം ആന കുത്താൻ വരുന്നു, വണ്ടി കൊക്കയിലോട്ട് മറിയാൻ വേണ്ടി പോകുന്നു, 3 പ്രാവശ്യം അനർത്ഥം വരുന്നു. പക്ഷേ ഇതിനു മുമ്പ് ദൈവാത്മാവ് അവന്റെ പേര് വെളിപ്പെടുത്തി പറയുന്നു, അവനെ പൊതിയാൻ പോകണ്ടോ. അതിന്റെ അർത്ഥം എന്തായിരുന്നു? മരണം അവനെ ടാർഗറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നമ്മൾ ആ സാക്ഷ്യം കേട്ടതല്ലേ? എത്ര പേര് ഓർക്കുന്നുണ്ടായിരുന്നു? ആ സാക്ഷ്യം പറഞ്ഞത് തൊടുപുഴയെ വെച്ചാണ് പ്രവചനാലോചന ദൈവാത്മ വെളിപ്പെടുന്നത്. എത്ര പേര് ഓർക്കുന്നുണ്ട്? ഞാൻ അത് മാത്രം ഇപ്പൊ എന്റെ ഓർമ്മയിൽ ഒത്തിരി സാക്ഷിയുണ്ട്. ഓക്കെ. അപ്പം എന്താണ് അതിന്റെ കാരണം? കണ്ടോ? അപ്പം ഇപ്പൊ ഉദാഹരണം പറയാണ്, ഇപ്പം അങ്ങനെ കർത്താവിന്റെ കൃപയിൽ ദൈവം സൂക്ഷിച്ചു. ഇനി ആ പയ്യൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് അവന്റെ ജീവൻ എന്തെങ്കിലും ഹാനി സംഭവിച്ചെന്നിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കത്തില്ല യേശുവിന്റെ നാമത്തിൽ. ഉടനെ നമ്മൾ എന്നാ പറയും? ആന കുത്തി അല്ലെങ്കിൽ ബ്രേക്ക് പൊട്ടിപ്പോയി കൊക്കയിലോട്ട് വീണ്, ഇങ്ങനെയല്ലേ പറയത്തുള്ളൂ അല്ലേ? നമ്മൾ സ്വാഭാവികമായിട്ട് പറയും ബ്രേക്ക് ഇല്ലാതെ കൊക്കയിലോട്ട് വീണു, ഇടുക്കി വെച്ച് താഴോട്ട് വീണു, അല്ലെങ്കിൽ ആന കുത്താൻ വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി ഇടിക്കാൻ വന്നു, ഇടിച്ചു. ഇതാണ് നമുക്ക് കാരണം. പക്ഷെ ദൈവാത്മാവ് മുന്നമേ അവന്റെ പേര് വെളിപ്പെടുത്തി അവനെ ദൈവം പൊതിയാൻ പോവാന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്തായിരുന്നു? ഇന്ന ദിവസത്തിൽ എന്തോ സംഭവിക്കാൻ വേണ്ടി പോവാണെന്ന് മുൻകൂട്ടി ദൈവത്തിന്റെ ആത്മാവിന് മനസ്സിലായി. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ തമ്പുരാൻ അത് വെളിപ്പെടുത്തും. ദൈവം അത് വെളിപ്പെടുത്തി. സഹോദരി ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, സാക്ഷ്യം വന്ന് പറഞ്ഞു, അവനെ കേടുപാട് കൂടാതെ ദൈവം പൊതിഞ്ഞു. കണ്ടോ? ഇതെങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? കാര്യം ബ്രദറിന്റെ ആത്മാവും ദൈവാത്മാവും തമ്മിൽ കണക്റ്റഡ് ആകുന്ന ഒരു വളർച്ച
അകത്ത മനുഷ്യനുള്ളത് കൊണ്ടാണ്. കണ്ടിന്യൂ ചെയ്തോ. Yeah. When your spirit is one with the Holy Spirit, then you know the things which is going to happen. അപ്പൊ നിങ്ങളുടെ ചോദ്യം, എന്തുകൊണ്ട് എനിക്കത് വെളിപ്പെടുത്തിയില്ല? But why it was not known to me? ശ്രദ്ധിച്ചോണം, നമുക്ക് എല്ലാവർക്കും ആത്മീക വളർച്ചയുണ്ട്. We all have spiritual growth. റോമാലേഖനം, ഞാനിപ്പോ എന്നെ വെച്ച് പറഞ്ഞേക്കുന്ന തെറ്റിദ്ധാരണ നിങ്ങൾ ഉണ്ടാകരുത്. ബ്രദർ പറഞ്ഞു എന്നൊരു ആശയമല്ല, പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി എന്നൊരു ആശയം പറയാൻ വേണ്ടിയാണ്. I'm just telling you that Holy Spirit revealed it to me. അപ്പൊ ഇതിന്റെ കാരണം ആത്മാവ്, പരിശുദ്ധാത്മാവ് പലപ്പോഴും നമുക്ക് ഈ ബലഹീനത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ആത്മാവിന്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ വളർച്ചക്കുറവാണ്. The weaknesses in the spirit means lack of growth. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നില്ല, ഉടനെ പറയും ബ്രദറെ, അല്ലെങ്കിൽ ഞാൻ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ബ്രദർമാരായിക്കോട്ടെ, ബ്രദറെ ആ ബ്രദർ കൈവച്ച ഉടനെ എനിക്ക് ആ രോഗം മാറി. നിങ്ങൾ 10 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാറാത്ത രോഗം ആ ബ്രദർ കൈവച്ചപ്പോൾ മാറി. എന്താ വ്യത്യാസം? ആ ബ്രദറും നിങ്ങൾ യേശുവിനെ അല്ലേ വിളിക്കുന്നത്? ആ ബ്രദറിലും ഈ ബ്രദറിലും ഒരേ പരിശുദ്ധാത്മാവല്ലേ ഇരിക്കുന്നത്? ആ ബ്രദറും ഈ ബ്രദറും ആ ബ്രദറും നിങ്ങളും ഒരേ ബൈബിളിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് ചോദിച്ചാൽ, if you ask why you prayed and it didn't happen, but the other person prayed, it happened. Why it is? Because സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. you don't. It is because of the spiritual growth. ഇവിടെ നോക്കുക, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. The child grew and became strong in the spirit. അപ്പൊ നമ്മൾ വളരും തോറും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. As we grow, we get clarity in thoughts. ഇവിടെ നോക്കി, ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ബലഹീനത വളർച്ചക്കുറവ്. The weakness is spirit helps in our weakness means it is the weakness in our spirit. നമ്മുടെ വളർച്ചക്കുറവിനെ പരിശുദ്ധാത്മാവ്, ഞാൻ ആ വാക്ക് കൊടുത്ത് ബിഹാവ് എന്നൊരു വാക്ക്, അതായത് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുവാണ് എന്റെ കൂടെ നിന്ന്. He helps in my weakness. എന്തിനു വേണ്ടിയാ? വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടതിന്. Because I don't know how to pray. കണ്ടോ? അപ്പൊ അപ്പൊ പ്രാർത്ഥിക്കുമ്പം എനിക്ക് അതിന്റെ കാരണത്തെ വെളിപ്പെടുന്നില്ല. When I pray, I don't get the reason for that subject. നമുക്കറിയാം, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്ന ബൈബിൾ പറയുന്നുണ്ട്. The Bible says, by the stripes of Jesus I am healed. സൗഖ്യമാകുന്നത് വരെ നമ്മളത് പറയണം. Until I am healed, I should keep saying that one. എന്നാൽ യാക്കോബിന്റെ ലേഖനം, സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്താലും കുഴപ്പമില്ല, യാക്കോബിന്റെ ലേഖനം വായിക്കുന്ന സമയത്ത് ഒരു വാക്യമാണ്, എന്നാൽ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഒരുവൻ മരുവന് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കുമെന്ന് പറയുന്നു. Book of James say, to get your healing, you should confess each other. To one another. അപ്പൊ ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്ക്, ചിലപ്പോൾ ഞാൻ ഈ മിസ്റ്റേക്ക് എന്ന് പറയാൻ കാരണം, ചില ആളുകളുണ്ട് ഈ തെറ്റ് ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നവരുണ്ട്. There are certain people who sin in the presence of the Lord. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരുണ്ട്. There are people who grieve the Holy Spirit. ഇപ്പൊ എനിക്ക് മറ്റുള്ളവരുടെ ഭയങ്കര വൈരാഗ്യം ഉണ്ടെന്നിരിക്കട്ടെ, Certain people are vengeful. ഞാൻ ആ വൈരാഗ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനിരുന്നാൽ ചിലപ്പോൾ ആ പ്രാർത്ഥന ഒരു അത്ഭുതമാകാൻ അസാധ്യമാകാൻ സാധ്യതയുണ്ട്, അത്ഭുതമാകാതിരിക്കാൻ. When somebody is vengeful, your prayers may be hindered. ഇതൊരു കാരണം മാത്രമാണ്. It is only a reason. പാപം ഒരു കാരണം മാത്രം, വേറെ എന്തെങ്കിലും കാരണങ്ങളും കൂടെ കാണും. Sin is only one reason. There could be another reason as well. എന്റെ ജീവിതത്തിൽ പല ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു, ഞാനോട് പറഞ്ഞു കൊടുത്തു, അവർക്ക് വിടുതലായ സാക്ഷ്യം എനിക്കറിയാം. Many people I prayed for and the Holy Spirit gave me the reason for their absence of miracle, and I told them. എന്നാ ഒത്തിരി ആൾക്കാരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ പോയതും എനിക്കറിയാം. Many people I prayed and it didn't happen also. അതിന്റെ കാരണം ഞാൻ ഓർത്തു, കർത്താവ് എന്തുകൊണ്ടാണ് ആ കാരണം അറിയാത്തത്? Why it didn't happen, Lord? Why? അതിന്റെ അർത്ഥം നമുക്ക് കുറച്ചും കൂടെ സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് ആവശ്യമാണ്. That means that we should grow further. നമ്മൾ കൂടുതൽ വളരും തോറും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരും. As we grow further in the spirit, many things we will know more. ഇവിടെ നോക്കി, റോമാലേഖനത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്റെ ഈ വീക്ക്നെസ് പറഞ്ഞ ശ്രദ്ധിച്ചാണ്, വളർച്ച കുറവിൽ എന്നെ സഹായിക്കുന്നതിന്റെ അർത്ഥം. Holy Spirit helps me in the lack of my growth.
ഓക്കെ. അപ്പൊ എനിക്ക് പലതും മനസ്സിലാകുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറയത്തില്ല ബ്രദറെ, ഇപ്പം ഒരു പ്രവചനാലോചന നിങ്ങൾ കൈമാറുന്ന സമയത്ത് നിങ്ങൾ പറയാം, ബ്രദറെ കഴിഞ്ഞ ദിവസം സൗകര്യ പറഞ്ഞില്ലേ, ദൈവാത്മാവ് ഇന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നൊരു സാക്ഷ്യം കേട്ടത് അല്ലേ, ജൂൺ മാസം, ഈ ജൂൺ മാസത്തിൽ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു സാക്ഷ്യത അവർ പറഞ്ഞു, ഒരു പേര് വെളിപ്പെടുത്തി കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഏപ്രിൽ മാസത്തില, മെയ് മാസത്തിലാണ് പറയുന്നത്. In May, somebody told, I gave a prophecy that something is happening in June. എന്നാൽ ആ സഹോദരി പറഞ്ഞു കഴിഞ്ഞ ദിവസം വലിയൊരു വീഴ്ചയുണ്ടായി, നടു ഇടിച്ച് മരിക്കത്തക്കവണ്ണം ഒരു വീഴ്ചയുണ്ടായി. In June, she had a big fall, which was nearly death, dying. പഴയ സഹോദരി പറഞ്ഞു മരണത്തിന്റെ അകത്തും ദൈവം എന്നെ വിടുവിച്ചു എന്നാ പറഞ്ഞത് ഇന്നലെ. And that sister said, God saved me from death. അത് കറക്റ്റ് ജൂൺ മാസത്തിലാണ് സംഭവിക്കുന്നത്. It happened in June. അപ്പൊ മുന്നമ്മേ കർത്താവ് അത് വെളിപ്പെടുത്തി, ഞാൻ നിന്നെ സൂക്ഷിക്കാൻ വേണ്ടി പോവാണ്, ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. But even in May, God revealed that I'm gonna take care of. അപ്പൊ പിശാചിന്റെ പ്ലാൻ അവിടെ നടു ഒടിച്ച് അവിടെ കിടത്തുക എന്നുള്ളതായിരുന്നു. The plan of the devil was to destroy her. എന്നാൽ പരിശുദ്ധാത്മാവ് മുന്നമ്മേ അത് വെളിപ്പെടുത്തി നടക്കാൻ പോവാണ്, പ്രാർത്ഥിച്ചോണം. But the Holy Spirit revealed it beforehand. അപ്പൊ ഇത് ബ്രദറിന് മാത്രം മനസ്സിലാകുന്നതാണോ? Is it only for the brother to understand this? അല്ല, പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന എല്ലാവർക്കും ഇത് കിട്ടും. No, Holy Spirit helps everyone in this one. പക്ഷേ ലൂക്കോസിൽ പറഞ്ഞതുപോലെ ആത്മാവിൽ വളരണം. But you have to grow in the spirit as Luke ഒന്ന് says. ആത്മാവിൽ വളരുക എന്ന് നോക്കിയ വാക്കുണ്ട്. നമ്മൾ വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ട നാം അറിയുന്നില്ല. We don't know how to pray. Ought. അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ, നമ്മൾ അറിയാവുന്ന വാക്യമാണ്. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി അതിന്റെ 27, ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. He who searches the heart knows that what the mind of the spirit is, because he makes intercession for the saints. ഇതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു വിഷയം പലപ്പോഴും അത്ഭുതം നടക്കാതെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. If you pray something and it didn't happen, there is a reason behind it. ഒന്നാമത്തെ കാരണം ദൈവത്തിന്റെ സമയത്തെ നടക്കത്തുള്ളൂ. First thing, it will happen only in God's timing. രണ്ടാമത്തത് എന്തോ ഒരു കാരണം ഇതിന്റെ പിന്നിലുണ്ട്, നടക്കാത്തതിന്റെ കാരണം. Second thing, there is a reason behind it. നോക്കിയോണേ, ഇത് രണ്ടിലേതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് ആവശ്യമാണ്. You need a spiritual growth to understand it is. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മ പറയാ, ഇത് ഞാൻ എന്റെ സമയത്തിന് വേണ്ടി വേർതിരിച്ചേക്കുക. When you pray, the Holy Spirit says, I have kept it for my time. ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. I have lot many experiences in my life. ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് Before I do many things, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. I pray in the Lord. അങ്ങനെ സ്വഭാവം എനിക്ക് വരാൻ കാരണം I got this character because ഞാൻ പ്രാർത്ഥിക്കാതെ പല കാര്യത്തിലും കൈ പോയി വെച്ചിട്ടുണ്ട്, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. I have entered into so many things without prayer and I have. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? Then I started praying, Holy Spirit, what should I do? അപ്പൊ ദൈവാത്മാവ് എന്നോട് സംസാരിക്കും, ഇന്നത് വേണ്ട. ചില കാര്യത്തിൽ നോ പറഞ്ഞിട്ടുണ്ട്. Holy Spirit has said no to many things. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് വന്നിട്ടുണ്ട്. നോ പറഞ്ഞത് പിന്നീട് ഞാനത് എനിക്ക് സങ്കടം വന്നെങ്കിലും പിന്നീട് മറ്റൊന്നിൽ കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റിയിട്ടുണ്ട്. Many things God has said no, even though I felt sad, but God has made miracles there. അപ്പൊ നിങ്ങൾ ആത്മാവിൽ വളരുമ്പോഴാണ് ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. When you grow in the spirit, you understand the spiritual things. അപ്പൊ റോമർ 8:24 പറഞ്ഞത് പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനത പറഞ്ഞ എന്റെ വളർച്ചക്കുറവാണത്. In Romans 8, the weakness means it is the lack of growth. എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം അറിയത്തില്ല. I do not know how to pray as I should. അപ്പൊ ഈ വിഷയത്തിന്റെ പിന്നിലുള്ള കാരണത്തെ മാറാൻ വേണ്ടിയാണ് പലപ്പോഴും ഞാൻ ഉപയോഗിക്കേണ്ടത് ഈ ആത്മാവിലുള്ളതിനെ. So I should be using my prayer to know the reason behind it. നോക്കി, ഇവിടെ നമ്മൾ അന്യഭാഷയെ പറ്റി പറയുന്ന സമയത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്ന ആരും തിരിച്ചറിയുന്നില്ല. When I pray in the spirit, when I pray in tongues, I'm talking to God in mysteries. ഇവിടെ നോക്കി 14-ാം വാക്യത്തിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിലോ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. When I pray in tongues, my spirit prays. ഇവിടെ നിങ്ങൾ നോക്കിയോണെ, ആത്മാവ് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്?
How do the Spirit pray? റോമാലേഖനം 8:26 പറഞ്ഞു ആത്മാവ് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ്. My spirit prays with the help of the Holy Spirit. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം പറയാം, അന്യഭാഷ പറഞ്ഞു യൂറാബ ശബ്ദ ഹസിയാന്തരി, അന്യഭാഷ പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു അറിയാവോ? നിങ്ങൾ അന്യഭാഷ പറയുന്ന സമയത്ത് ആത്മാവ് എന്നെ എന്ത് ചെയ്യുന്നു? ഉച്ചരിച്ചുള്ള ചിലകളാൽ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. When you speak in tongues, Holy Spirit Himself make intercession. അതുകൊണ്ടാണ് അന്യഭാഷ പറയുമ്പോൾ എനിക്ക് ആത്മീക വളർച്ച ഉണ്ടാകുന്നത്. That is why I grew in the Spirit while talking in the Spirit. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാൻ വേണ്ടി പോവാ. Another example is, നിങ്ങൾ ഇപ്പൊ ഒരു വിഷയം നടക്കാതിരിക്കുവാന്ന് വിചാരിച്ചു. suppose there is something which is not happened in your life. പ്രാർത്ഥിച്ചിട്ട് ആ വിഷയം നടക്കുന്നില്ല. You prayed but it didn't happen. നിങ്ങൾ ഇനിയിപ്പോ ചെയ്യാൻ പോണ ഞാൻ പറഞ്ഞു തരാം. The thing that you should do, നിങ്ങൾ ഈ വിഷയം എഴുതി വെക്കുവോ, മനസ്സിൽ അത് പറയുകയോ, ഇനി എഴുതി വെച്ച ആരെങ്കിലും കാണുവാണെങ്കിൽ എഴുതി വെക്കണ്ട. ആ വിഷയം ഫോക്കസ് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവരിക. focus that subject in your heart. കർത്താവ് എനിക്ക് ഈ വിഷയത്തിന്റെ അകത്തൊരു മറുപടി, എന്തുകൊണ്ട് നടക്കുന്നില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചു വയ്ക്കുക. You should ask the Lord why it is not happening. You tell me. അപ്പൊ എനിക്കത് മനസ്സിലാക്കി തരണം. You should make me understand why it is not happening. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആത്മാവിൽ എത്ര വളർച്ചയുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? How do you know yourself that how much grown you are? നമുക്കത് അറിയണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. If you want to know, you should speak in tongues. നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. When you speak in tongues, your spirit prays. നിങ്ങൾ ആത്മാവിൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ഒന്നും കാണുന്നില്ല. You prayed in the spirit, you prayed in the tongues and nothing happened. അതിന്റെ അർത്ഥം നിങ്ങളുടെ ആത്മ മനുഷ്യന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ദൈവത്തിൽ നിന്നുള്ള കാര്യത്തെ കേൾക്കുവാനുള്ള കപ്പാസിറ്റി ഇപ്പൊ ഇല്ല. That means that your inner man doesn't have the capacity to hear from the Lord now. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. Pray further. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയാം. An example is, എനിക്ക് 2 കുഞ്ഞുങ്ങളുള്ളത്, ജോഷുവയും ജോർഡാനും. I have 2 kids, Joshua and Jordan. അപ്പൊ ഇവർ 2 പേരും അവിടെ കളിച്ചോണ്ടിരിക്കുക. They are playing. ഒരാൾക്ക് 1 വയസ്സും ഒരാൾക്ക് 7 വയസ്സുമാണ്. One is 7 and one is 1. അപ്പൊ ഞാൻ മൂത്തയാളോട് പറഞ്ഞു, എന്റെ ഫോൺ ഇങ്ങ് എടുത്തോണ്ട് വാ ജോഷുവ എന്ന് പറഞ്ഞു. I'm telling Joshua, bring my phone over here. ജോഷുവ പെട്ടെന്ന് അത് ചാടിപ്പോയി എന്റെ ഫോൺ എടുത്ത് എന്റെ കൊടുത്തു തന്നു. He brings it immediately. എന്റെ ഇളയാള് ഒന്നും മനസ്സിലാകാതെ അങ്ങോട്ടോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. The 1-year-old doesn't understand a thing. എന്താ സംഭവിച്ചെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. He did not know what happened. പുള്ളി ഞങ്ങളെ മാറി മാറി നോക്കുക. He is looking at me ഇതേപോലെയാണ് നമ്മുടെ ആത്മമനുഷ്യനും. The same thing happens to our spirit man. പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും മനസ്സിലാകുന്നില്ല. We are looking here and there, but we don't understand a thing. നമ്മൾ വചനം പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. We are speaking the scriptures, but nothing is happening. കാരണം നമ്മുടെ ആത്മ മനുഷ്യന് അതിനെ കൈകാര്യം ചെയ്യാനുള്ള സ്ട്രെങ്ത് അവിടെ ഇല്ല. Because our inner man doesn't have the strength to handle it. നോക്കിക്കേ, ഞാനൊരു വാക്യം ഒന്ന് പെട്ടെന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ വാക്യം അടുത്ത ദിവസം എടുക്കാൻ വേണ്ടി ഇരിക്കുന്നതായിരുന്നു. പക്ഷെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് അതൊന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ വരാം. ഒരു നിമിഷം. സംഖ്യാപുസ്തകമാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ്. സംഖ്യാപുസ്തകം 11:17 നോക്കി. ഈ വാക്കുണ്ടോ? അവിടെ ഞാൻ ഇറങ്ങി വന്നു നിന്നോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിനെ കുറേ എടുത്ത് അവരുടെ മേൽ, അതായത് മോശയോട് പറയുകയാണ്, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിനെ കുറേ എടുത്ത്, നോക്കി, കുറേ എടുത്ത് ഞാൻ അവരുടെ മേൽ പകരും. നോക്കിക്കോണെ, മുഴുവനല്ല, കുറച്ചെടുത്ത് ഞാൻ എന്ത് ചെയ്യും? I will take the spirit that is upon you and will put some upon them. നീ ഏകനായി വഹിക്കാതിരിക്കാൻ നിന്നോട് കൂടെ ജനത്തിന്റെ ഭാരം അവർ വഹിക്കും. They will share your burden. നീ അതിന്റെ സംഖ്യാപുസ്തകം 11:25 പറഞ്ഞൊരു വാക്ക് നോക്കിയോണം. അതിന്റെ കണ്ടിന്യൂസ് ആണ്. യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവരോട് അരുളി ചെയ്തതുപോലെ അവന്റെ മേലുള്ള ആത്മാവിനെ കുറെയെടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ വസിച്ചപ്പോൾ അവർ പ്രവചിച്ചു.
Then the Lord came down in the cloud and spoke to him and took of the spirit നിങ്ങൾ ആ that വാക്ക് was ശ്രദ്ധിച്ചോണേ. upon him. മോശയുടെ മേലുള്ള ആത്മാവിന്റെ കുറച്ചെടുത്ത് 70 പേർക്ക് കൊടുത്തപ്പം ഉടനെ അവർ പ്രവചിക്കാൻ തുടങ്ങി. When the spirit rested upon him, they started prophesying. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അടുത്ത വാക്കിൽ പറഞ്ഞത് പിന്നെ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. Later, they were not able to do it. ആ കുറച്ച് കിട്ടിയപ്പോൾ അവർ പ്രവചിച്ചു. When they had little of it, they prophesied. ഇതുകൊണ്ടാണ് രാജാക്കന്മാർ ഞാൻ അടുത്ത ദിവസം എടുക്കാൻ വേണ്ടി വരുന്നത് ഈ ഗിഫ്റ്റിനെ പറ്റി. രാജാക്കന്മാർ എന്തുകൊണ്ടാണ് ഏലീശ ഇരട്ടി പങ്ക് തരാൻ ചോദിച്ചെന്നറിയാവോ? Do you know why Elisha asked for double portion? കാര്യം ഏലിയാവിന്റെ മേലൊരു അഭിഷേകമുണ്ട്. Elijah had an ഈ അഭിഷേകം ഏലിയാവ് പ്രാർത്ഥിച്ച് വർദ്ധിപ്പിച്ച അഭിഷേകമാണ്. This anointing was increased by his prayer. അതുകൊണ്ടാണ് ഏലീശ പറഞ്ഞ കർത്താവേ നിനക്ക് എന്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞു എനിക്ക് ഇരട്ടി പങ്ക് വേണം. That is why Elisha said, I want double portion. ഉടനെ ഏലിയാവ് പറഞ്ഞു അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? Elijah said it's a bit difficult. കാര്യം എന്റെ വളർച്ചയാണ് നീ ചോദിക്കുന്നത്. You are asking my growth. കണ്ടോ? ശ്രദ്ധിച്ചോണേ, ഈ വാക്ക് നോക്കിക്കോണേ. അതായത് മോശയുടെ മേലിരിക്കുന്ന ഈ ആത്മാവിന്റെ കുറച്ചെടുത്ത് അവരുടെ മേലിട്ടപ്പോഴേക്കും അവര് പ്രവചിച്ചു. പിന്നെ സംഭവിച്ചില്ല അങ്ങനെ. When a little of the spirit of Moses was shared upon them, they prophesied. കാരണം അവർക്ക് അതിന്റെ അപ്പുറത്തേക്ക് വളരാൻ പറ്റുന്നില്ല. After that, they couldn't grow. ഇത് മോശയുടെ മേലിട്ടിരിക്കുന്ന ആത്മാവാണ്. This is the spirit that was in Moses. ഇത് മോശയുടെ ആത്മാവുമായിട്ട് ബൈൻഡ് ചെയ്ത് കിടക്കുന്നതാണ്. This was bound with Moses. ഇത് തന്നെയാണ് ഏലിയാവ് പറഞ്ഞത് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇരട്ടി പങ്ക്. പക്ഷെ കിട്ടി. This is exactly what Elijah said. അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം എന്തുകൊണ്ട് അത് കിട്ടിയതിന്റെ കാരണം. I will tell you why Elisha got double portion. അപ്പൊ നോക്കിക്കേ, അപ്പൊ പരിശുദ്ധാത്മാവ് വന്ന ഉടനെ അവർ പ്രവചിക്കാൻ തുടങ്ങി. So when the Holy Spirit came, they started prophesying. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ എന്താ ബ്രദർ അതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അന്യഭാഷയിൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും കാണുന്നില്ല ബ്രദറെ. When the subject is, you are focusing on the subject, you start praying in tongues. അപ്പൊ ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കണം. Pray further, 15 minutes. ഒന്നും കാണുന്നില്ല. Till you don't see. അപ്പൊ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കണം. Pray half an hour. ഒന്നും കാണുന്നില്ല. Till you might not see. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായ? പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. That means that Holy Spirit is speaking. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫോൺ എടുക്കാൻ പറഞ്ഞപ്പോഴേക്കും 1 വയസ്സുള്ള കൊച്ചിന് ഫോൺ എന്നാന്ന് മനസ്സിലായില്ല. But when as I said, when I asked the phone, the small one did not understand. ഇത് തന്നെയാണ് റോമർ 8 പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്റെ വളർച്ചയിൽ എന്നെ സഹായിക്കുന്നു. This is exactly what Romans say. Holy Spirit helps in my weakness. അപ്പൊ ഇത് നിങ്ങൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ചയിൽ ആവശ്യമായത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് അവിടെ ആദ്യം ഉപയോഗിക്കുന്നത് വചനം പറഞ്ഞ് എന്റെ മനസ്സിനെ റീഫ്രഷ് ചെയ്യും. When I sit for prayer on something, I will speak the scriptures and ഞാനൊരു സീക്രട്ട് പറഞ്ഞു തരാം. ആദ്യം ഞാൻ വചനം പറഞ്ഞ് എന്റെ മനസ്സിനെ ഫ്രഷ് ആക്കും. I'll tell you a secret. I will refresh my spirit. കാരണം എന്റെ മനസ്സിൽ ഞാനിങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആകുല ചിന്തകൾ, ദുഃഖ ചിന്തകൾ, പ്രയാസങ്ങൾ എല്ലാം എന്റെ മനസ്സിലുണ്ട്. I will speak the scriptures to refresh my mind. അപ്പൊ ആ സമയത്ത് ഞാൻ പലപ്പോഴും അന്യഭാഷ പറഞ്ഞ ചിലപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറഞ്ഞത് നമുക്ക് ഇതിങ്ങനെ മനസ്സിൽ കിടക്കും. So if on top of all the hardships or thoughts, if I speak, യേശു പറഞ്ഞ ഹൃദയം കലങ്ങി പോരുന്നാ പറയുന്നത്. God says the heart should not be troubled. അപ്പൊ നിങ്ങൾ ആദ്യം വചനം പറഞ്ഞ് നമ്മളെ ഫ്രഷ് ആക്കണം. You should refresh yourself by speaking in scriptures. നമ്മുടെ മനസ്സിനെ വചനങ്ങൾ, വാക്തത്വങ്ങൾ, നിങ്ങളോട് ദൈവം സംസാരിച്ച പ്രൊഫസികൾ, വചനങ്ങൾ ഇതെല്ലാം പറഞ്ഞ് നമ്മളെ ഒന്ന് സ്റ്റെയറപ്പ് ചെയ്യണം, ബലപ്പെടുത്താം നിങ്ങളെ തന്നെ. You should stir yourself up, speaking in tongues, before speaking in tongues. എന്നിട്ട് നിങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷയത്തെ കൊണ്ടുവന്ന് അന്യഭാഷ പറയണം. Then you bring your subject and speak in tongues. അപ്പോൾ നിങ്ങൾ അന്യഭാഷ പറയുന്ന ടൈമില് when you are speaking in tongues, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ടയേർഡ് ആവും. After 10 minutes or so, your body will നമുക്ക് ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകാൻ തുടങ്ങും. You might get disturbance. അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ അതോറിറ്റി ആദ്യം യൂസ് ചെയ്യണം. So you should use your spiritual authority. എല്ലാ ഡിസ്റ്റർബൻസുകളെയും എല്ലാ ഡിസ്ട്രാക്ഷനുകളെയും ഞാൻ ആത്മാവിൽ ബന്ധിക്കുമെന്ന് പറയണം.
I bind all the spiritual distractions. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടത് പോലെ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുന്ന പറഞ്ഞേക്കുന്നത്. Whatever you bind on earth is bound in heaven. കാര്യം ഒത്തിരി ഡിസ്ട്രാക്ഷൻ നമ്മുടെ ചുറ്റിനും എപ്പോഴും ഉണ്ട്. So many distractions happen around us every day. ഞാൻ പണ്ടൊരു ഒരു സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റ് ഒന്നുകൂടെ ചെയ്യുവാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ്. I'm telling you a testimony from old. എന്റെ ലൈഫിന്റെ അകത്ത് വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടാകുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായി. There used to be a big question mark in my life. എനിക്ക് അവിടെ സംസാരിക്കാനുള്ള എന്താ പറയുക കഴിവ്, മീൻസ് കഴിവല്ല, എനിക്ക് അങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന അറിയത്തില്ല ആ സമയത്ത്. I didn't know how to handle one particular subject in my ഞാൻ life. തിരുവല്ലയിൽ ഒരു പ്രാർത്ഥന സ്ഥലത്തിരിക്കുക. I was in a prayer hall in Tiruvalla. എന്റെ കൂടെ കുറച്ച് ബ്രദർമാരും ഒക്കെ ഉണ്ട്. I had some brothers. അപ്പൊ ഞാൻ ഇവിടെ ഷെയർ ചെയ്തില്ലേ വിഷയം, പേഴ്സണൽ വിഷയമാണ്. It is my personal subject. I did not share with anyone. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. I told them that I need to pray for some time. ഞാൻ ഇങ്ങനെ ദൈവത്തോട് കർത്താവേ, എനിക്ക് ഞാൻ ഇനി കേൾക്കാൻ പോകുന്നത്, അതായത് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി എന്നെ ഫോൺ ചെയ്യുമ്പം ഇങ്ങോട്ട് അതിന്റെ മറുപടി എനിക്ക് കേൾക്കണം. I told Jesus, when that person calls me, he should tell me. കാര്യം എനിക്കത് കൈകാര്യം ചെയ്യാനുള്ള കഴിവിപ്പം ഇല്ല. I don't know how to handle this subject. എങ്ങനെ സംസാരിക്കണം എനിക്ക് അറിയത്തില്ല. I don't know how to speak this subject. ഞാൻ അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ വചനമെല്ലാം പറഞ്ഞിട്ട് അവിടെ മാറി ഇരുന്ന് ആലയത്തിരുന്നുകൊണ്ട് അന്യഭാഷ പറയാൻ തുടങ്ങി. After speaking all the promises and the scriptures, ഫോക്കസ് മാറരുത്, കറക്റ്റ് അത് തന്നെ ഫോക്കസ് ചെയ്യണം, ആ വിഷയം തന്നെ. You should keep focusing on the same subject. ഞാൻ മണിക്കൂർ ഓർക്കുന്നില്ല, 1 മണിക്കൂർ എന്തായാലും എൻ്റെ ഓർമ്മയിലുണ്ട്. I think for an hour, ബാക്കി എനിക്ക് ഓർമ്മയില്ല. but I can't remember exactly. ഞാൻ ഫോൺ ചെയ്തപ്പോൾ കറക്റ്റ് ഞാൻ ചോദിച്ചത് തന്നെ കറക്റ്റ് എനിക്ക് ഉത്തരമായി കിട്ടി. When I phoned, the correct thing came to me. ഇതൊരു നിസ്സാര കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, വലിയൊരു സാക്ഷ്യവാദം, പേഴ്സണൽ ആയിട്ട് കാര്യമാണ്. It's a big testimony, a personal testimony. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പിരിച്വൽ കപ്പാസിറ്റി ഇതിന് വലിയൊരു ഭാഗമാണ്. സ്പിരിച്വൽ കപ്പാസിറ്റി, Your spiritual capacity holds a big value here. നമ്മൾ പല ടെസ്റ്റിമണികൾ നോക്കുന്ന സമയത്ത് When we hear the testimonies here, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, you can see that നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത പല കാര്യങ്ങളും, many things that you prayed and did not happen. ഇപ്പൊ എന്നോട് ചേർത്ത് ഞാൻ അങ്ങ് പറയുവാണ്, തെറ്റിദ്ധാരണ ഉണ്ടാവില്ലേ. നിങ്ങൾ പറയും ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കുറെ നാളില്ല, പക്ഷെ ബ്രദർ അത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ മാറ്റം ഉണ്ടായി. Don't misunderstand me, but you prayed and it did not happen. When I laid hands, it happened. അത് എനിക്ക് നെഗളിക്കാനുള്ള ഒരു അവസരമല്ല അത്. It is not that I should boast about it. കാരണം നിങ്ങളെക്കാൾ കുറച്ചുകൂടെ സ്പിരിച്വൽ ഗ്രോത്ത് എന്റെ ആത്മാവിലുള്ളത് കൊണ്ടാണ്. It is because my spirit is a bit more grown than yours. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത വിഷയം വേറെയുണ്ട്. There are certain other things which haven't happened yet. ശ്രദ്ധിച്ചോണം. അപ്പൊ എന്റെ അർത്ഥം എന്തുവാ? എന്റെ സ്പിരിച്വൽ മാൻ കുറച്ചും കൂടെ വളരേണ്ട ആവശ്യമുണ്ട്. Which means to say that my spirit also should grow a bit more. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. So I started forcing myself. ഞാൻ മണിക്കൂറുകൾ വചനത്തിലും ആത്മാവിലും എന്നെ തന്നെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. I started forcing myself in. എന്റെ ഒരു പേഴ്സണൽ തിയറിയാണ്. It is my personal theory. ഞാനിപ്പോ 1 മണിക്കൂർ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്താൽ If I spend 1 hour in the social media, ഞാൻ 2 മണിക്കൂർ എന്നെ തന്നെ പ്രാർത്ഥിക്കുവാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യും. 2 hours I pray. ഞാൻ എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ആക്കാൻ നോക്കും ഒരു ദിവസം. Somehow I pray. I force myself. മാക്സിമം ഞാൻ ശ്രമിക്കും, ഒരു അറ്റൻഷന് വേണ്ടിയാ. I'll try my best to get the attention. എനിക്കൊരു ഡിസിപ്ലിൻ വരാൻ വേണ്ടിയാ. To discipline myself. കാര്യം ഞാൻ എന്റെ ആത്മ മനുഷ്യനെ ദിവസവും ഞാൻ വളർത്താൻ നോക്കും. Every day I try to grow my inner man. കാര്യം ആത്മ മനുഷ്യനാണ് ഇതിനെ ആക്സസ് ചെയ്യുന്നത്. The inner man, the spirit man is the one who accesses it. നമുക്കറിയാം ഈ പ്രവചനവരെ നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് കാണുന്നല്ലേ. Every day you see the prophecy happening. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ വീടിന്റെ അകത്തിരിക്കുന്ന ഒരു സാധനം കാണുന്നത്, how I can see a thing inside your house, അല്ലെങ്കിൽ ഒരു 18 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു കാര്യം ഞാനിത് പറയുന്നത്, how I can say a thing happened which before 18 years ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ when I speak to you, പരിശുദ്ധാത്മാവിന്റെ ആത്മാവിനെ ആ വീട്ടിൽ കൊണ്ടുപോകും. Holy Spirit takes me to that house. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രവചനവരെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത്
That is why when you hear a prophecy, ആയിരിക്കുന്ന ഫോട്ടോ ഇന്ന സ്ഥലത്ത് ഇടതുവശത്ത് ഇരിക്കുന്നു, റൈറ്റ് സൈഡിൽ ചുമലക്കസേര ഇരിക്കുന്നു, ആ ഫോട്ടോയിൽ ഇരിക്കുന്ന ആളുടെ പേര് ഇന്നതാണ് എന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ കാരണം that is how I can say the specifics about it. എൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിന് ആ വളർച്ചയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Because the Holy Spirit can communicate to my spirit. എന്നാൽ ചിലപ്പോൾ ഞാൻ പറയത്തില്ല, എനിക്ക് വ്യക്തമാകുന്നില്ല, ഞാൻ പറയാറില്ലേ? But sometimes I say that, oh, it's not clear to me. ചിലപ്പോൾ പേര് വെളിപ്പെടും, ചിലപ്പോൾ ഈ പേരിന്റെ അക്ഷരം മാത്രം വെളിപ്പെടുന്ന കണ്ടിട്ടുണ്ടോ? Sometimes the name is given, or sometimes only the letter. കാരണം എനിക്ക് ആ വിഷയത്തെ കൂടുതൽ ആക്സസ് ചെയ്യാനുള്ള വളർച്ച എത്തിയിട്ടില്ല. Because I am not grown that much where I can access the subject. ശ്രദ്ധിച്ചോണേ, അതിന്റെ അർത്ഥം ഞാൻ കുറഞ്ഞ ഒരു വ്യക്തിയാണെന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ ആരും Doesn't mean that none of us are small. ഇവിടെ നിങ്ങൾ പരിശുദ്ധാത്മാവോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് അത് റിവീൽ ചെയ്തിരിക്കും. But if you ask the Holy Spirit, He will reveal us. ഈ വാക്യം ഞാൻ പറഞ്ഞു ഇന്നത്തെ സെക്ഷൻ ക്ലോസ് ചെയ്യുവാണ്. ബാക്കി ദിവസങ്ങളിൽ നമ്മൾ ഈ ഇൻക്രീസ് അല്ലെങ്കിൽ അഭിഷേകവും നിങ്ങളുടെ ആത്മമനുഷ്യനും എങ്ങനെയാണ് കൂടുതൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടാത്തതിന്റെ കാരണം എങ്ങനെയാണെന്നുള്ളത് രണ്ടാമത്തതും മൂന്നാമത്തതും പാർട്ടായിട്ട് നമ്മളിത് പറയുന്നുണ്ട്. അപ്പൊ അതിനെങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഇവിടം കൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുവാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ശ്രദ്ധിച്ചോണം, എന്റെ ആത്മാവിന്റെ ബലഹീനത, എന്റെ വളർച്ചക്കുറവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫിമിറ്റി അഥവാ എന്റെ വീക്ക്നെസ്, ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് ആസ് ഇൻ അവർ വീക്ക്നെസ് എന്ന് പറഞ്ഞേക്കുന്നത്. Yes, Holy Spirit helps us. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നോക്കി, ഈ വാക്ക് കൊണ്ടോണം, ആത്മാവ് നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയും. കണ്ടോ? അപ്പം ഇതിന്റെ മറുപടി നമ്മുടെ മനസ്സിലോട്ടാണ് തമ്പുരാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണേ, എന്താണ് കാരണം എന്നുള്ളത് അപ്ഡേറ്റ് സംഭവിക്കുന്ന മനസ്സിലാവും. He gives into our mind, into our hearts, what is the reply, what is the reason. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 1 വയസ്സുള്ള എന്റെ കൊച്ചിന് ഞാൻ ചോദിച്ചോട്ടെ, ഈ എന്റെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവുമോ? നിങ്ങൾ പറഞ്ഞ് ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞു. 1-year-old will not understand what is the mobile phone. മനസ്സിലാവുമോ? ഇല്ല. പക്ഷെ അവനൊരു 5-6 വയസ്സ് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എടുക്കാൻ പറഞ്ഞ എടുത്തോണ്ട് വരുമോ? വരും. ഇതേപോലെ പരിശുദ്ധാത്മാവ് തരുന്ന മറുപടി, അന്യഭാഷയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഭയങ്കര ബഹളമൊക്കെ വെച്ച് നമ്മൾ ആരാധിച്ച് വന്നിരിക്കുമ്പം പരിശുദ്ധാത്മാവ് കംപ്ലീറ്റ് ഞങ്ങളെ റിവീൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്റെ ആത്മാവിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ പ്രശ്നിച്ചോണേ, ഇനി ആത്മാവിന് ട്രാൻസ്ലേറ്റ്, മൊബൈൽ ഫോൺ എന്ന് പറയുമ്പം ഇപ്പൊ ഞാൻ പറയും, ഉദാഹരണം പറയാം, ആൻഡ്രോയിഡ് ഫോൺ, ഐഫോൺ എന്ന് പറയുമ്പോൾ 30 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളോട് പറയാം എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വല്ലതും മനസ്സിലാവുമോ? ഇല്ല. ഐഫോൺ അതെന്ത് സാധനമാണെന്ന് ചോദിക്കും അല്ലേ? ഇതേപോലെ നമ്മുടെ മനസ്സിപ്പോ ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുക. നമ്മൾ അന്യഭാഷ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സ്പിരിച്വലി അല്ലെങ്കിൽ നമ്മുടെ ആത്മ മനുഷ്യനിലുള്ളത് നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ പറഞ്ഞു. Our spiritual is not able to decode what the Holy Spirit says. ഇത് ഡീകോഡ് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ വാക്ക് മറന്നു പോരുത്. ലൂക്കോസിൽ പറയുന്നു, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. You should remember that the child grew and became strong in the spirit. അപ്പൊ നിങ്ങളുടെ ആത്മാവിനും വളർച്ചയുണ്ട്, നിങ്ങളുടെ മനസ്സിനും വളർച്ചയുണ്ട് സ്പിരിച്വലി. Your heart grows and the spirit also grows. ഇതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എന്നെ വിട്ടു പോകുവിൻ. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഞാൻ മുഴുവൻ സ്കിപ്പ് ചെയ്ത് പോവാണ്, സമയപരിങ്ങൾ പിന്നെ വായിച്ചാൽ നമ്മൾ ഒരു സമയം എടുത്തിട്ടുള്ളതാണ്. ഇത് എന്താണ് കാരണം എടുത്തിട്ടുള്ളതാണ്, ഞാനത് വിട്ട് കംപ്ലീറ്റ് പോവാണ്. നേരെ താഴേക്ക് പോകുമ്പോൾ യേശു പറയുന്നു, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോവുക. You have faith as a mustard seed. You can speak to the mountain to move out. അപ്പൊ ഇവിടെ മുതൽ നമ്മൾ നാളെ ബാക്കി ആരംഭിക്കും. അപ്പൊ മനസ്സിന്റെ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തും നമുക്കുണ്ടാകുന്ന നമ്മുടെ എന്താ പറയുക കാർണൽ മൈൻഡും അതിന്റെ ഗ്രോത്തും ആണ് നാളെ കേൾക്കാൻ വേണ്ടി. അപ്പൊ നാളെ മുതൽ നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇനി തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇനി ബ്രദറിന്റെ സഹായം ഒന്നും വേണ്ട. ബ്രദർ എന്ന് പ്രവചിച്ചു എന്ന് പറഞ്ഞ് എന്റെ പുറകെ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്ക് കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്ത് തരും. നോക്കിയേ, ഈ വാക്യം പറഞ്ഞ് ക്ലോസ് ചെയ്യുക സിസ്റ്ററെ, എടുക്കണ്ട,
ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, ഈ വാക്യം പറഞ്ഞ് ക്ലോസ് ചെയ്യാം. മോശയുടെ മേലിരിക്കുന്ന ആത്മാവിന്റെ കുറച്ചെടുത്ത് 70 പേരുടെ മേലിട്ടപ്പോഴേക്കും അവർക്ക് എന്ത് സംഭവിച്ചു? മോശയ്ക്ക് ഒരു ഹെൽപ്പുമായി, മോശയുടെ ഭാരം ഷെയറായി. നോക്കിക്കേ, അവരും പ്രവചിച്ചു ഒരല്പം കിട്ടിയപ്പോൾ. അപ്പൊ മോശയുടെ സ്പിരിച്വൽ പവർ എന്തുവാ? ഒരല്പം കിട്ടിയപ്പോൾ തന്നെ 70 പേര് ഒറ്റയടിക്ക് ഒരു പ്രവചനം പ്രവചിച്ചു, ഇമ്പാർട്ടേഷൻ. അപ്പൊ അത് മുഴുവൻ കിട്ടിയിരുന്നെങ്കിലോ? ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോണേ. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബുഷ്വാസ്റ്റിനെ കർത്താവ് ഇനി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സ്ട്രേ. ഗോഡ് ബ്ലസ് യു. നമ്മൾ പലപ്പോഴും ട്രാൻസ്ലേഷൻ ആഴ്ചയെ 2 ആക്കാനായിരുന്നു പ്ലാനെങ്കിലും കർത്താവ് പിന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു അനേക ആളുകളിലേക്ക് സുവിശേഷം ഇനിയും കാട്ടുതീ പോലെ പൊക്കോണ്ടിരിക്കുക. ഹല്ലേലൂയ. നോക്കിക്കേ, അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന ഇന്നർമ, എനിക്കിതിരെ സമയം കൂടുതൽ പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ലെഫ്റ്റ് ചെയ്തോ. ഇന്ന് ഇച്ചിരി സമയം കൂടുതൽ പോവേ, അതുകൊണ്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് ആവുന്നവർക്ക് ലെഫ്റ്റ് ആകാൻ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. പരിശുദ്ധാത്മ എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവ് എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണം, എന്നോട് സംസാരിക്കണം, എന്നോട് പരിശുദ്ധാത്മാവെ ഇന്ന് ഇടപെടണം. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് അത്ഭുതകരമായി വിടുതൽ സംഭവിക്കും. അസാധാരണമായ ഹീലിംഗ് നാളെയല്ല, ഇന്ന് സംഭവിക്കും. കർത്താവ് ഇന്ന് പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് ആണല്ലോ ഇത്. താങ്ക് യു ഹോളി. മറന്നു പോരുതേ, ശനിയാഴ്ച നമ്മുടെ പ്രാർത്ഥന ഈസ്റ്റ് ഹാമിൽ നടക്കുന്നുണ്ട്. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ പട്ടണത്തെ, ആ ദേശത്തെ കർത്താവ് തൊടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അന്യഭാഷയിൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം വൈകിട്ടത്തെ അന്യഭാഷ, ഞാൻ ഇന്നും പറയുകയാണ്, അന്യഭാഷയിൽ എല്ലാ ദിവസവും അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. രാത്രി 3 മണിക്കത്തെ ഇന്ത്യൻ സമയം പ്രാർത്ഥനയിൽ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. 8 മണിക്കത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന അന്യഭാഷയിൽ അതും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം. എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം, ആ ദേശത്തിൻ്റെ മേൽ പ്രത്യേകിച്ച് ആ ഹോൾ ആർക്കും വേണ്ടാണെന്ന ഹോളായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഷീബാസ്റ്റർ പറയാം, ആർക്കും വേണ്ടാത്ത ഹോളായിരുന്നു. അവർ ആ ഹോള് പൂട്ടാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അതായത് ആരും വരാതിരുന്നുകൊണ്ട് ആ UK ഹോള് പൂട്ടാതിരിക്കുമായിരുന്നു. നമ്മുടെ പ്രാർത്ഥന വെച്ചതിൻ്റെ പിറ്റേ ആഴ്ച മുതൽ കംപ്ലീറ്റ് ബുക്കിംഗ്. ഇപ്പം നമുക്ക് അവിടെ ചാൻസ് ഇല്ലാത്ത രീതിയിൽ ഭയങ്കര ബുക്കിംഗ്. അവരോട് പറഞ്ഞു, ബ്രദറെ 1 വർഷത്തേക്കുള്ള ഡേറ്റ് എനിക്ക് തരണമെന്ന് സിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. 1 വർഷത്തേക്കുള്ള ഡേറ്റ്. കാരണം അതുപോലെ തിരക്കാം. അപ്പോൾ ആലോചിച്ച ദൈവമക്കൾ കാല് കുത്തിയാൽ ഏത് ഫലം കായ്ക്കാത്തതും പൂട്ടാനിരുന്ന പരിപാടിയാണ്. അവിടെ ഫലം കായ്ക്കണ്ടോ? നീ കാല് കുത്തുന്ന പട്ടണത്തെ ഞാൻ നിനക്ക് അവകാശമാക്കി തരും. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. അതൊരു സൈനാണ്. ഞാൻ വിശ്വസിക്കുന്നു ആ ദേശത്ത് അനേക ഡോറുകൾ കർത്താവ് തുറന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ രവി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് തൊടുക. രവിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഭവനത്തിന്റെ എന്തോ രണ്ടുപേരുടെയും ഭർത്താവാ? വേറെ ആരുണ്ട്? ചേച്ചിയുടെ ഭർത്താവായിരുന്നു. അല്ല, കുടുംബത്തിന്റെ അകത്ത് ചേച്ചിയുടെ ഭർത്താവ് അല്ല, നിന്നോ കുഴപ്പമില്ല. ഇപ്പൊ 4 പേരില്ലേ രവിയുടെ ഭർത്താവ്, ഭാര്യ, സോറി, രവി എന്ന് പറയുന്ന വ്യക്തി ഭർത്താവുള്ള ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ? രവിയുടെ കുടുംബം എത്ര പേരുണ്ട്? അത് അവര് മാത്രം, എല്ലാരും ഉള്ളവരെല്ലാം മ്യൂട്ട് മാറ്റിക്കും. കേട്ടെ ഇതിന്റെ അകത്ത് ജനുവരിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ ആ കുടുംബത്തിൽ കാണുക. ജനുവരിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ആ വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാ. ജനുവരിയുമായി ബന്ധപ്പെട്ട് രവിയുടെ ഭവനത്തിൽ ജനുവരിയുമായി എന്റെ ഭർത്താവിന്റെ അനിയൻ രവിയാണ്. എന്റെ ഭർത്താവ് ജനുവരിയിലാണ്. ജനുവരിയിൽ ആള് ഇവിടെ ഉണ്ടോ ഇപ്പം, അതോ മാറ്റപ്പെട്ടോ? ഉള്ളയാളാ. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്തേ. രവിയുടെ ഭവനം, ഈ ജനുവരി മാസം ജനിച്ച വ്യക്തിയുള്ള രവിയുടെ ഭവനം. ഇപ്പൊ സിസ്റ്ററുടെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് സുമതി. രവി എന്നുള്ളത് ഹസ്ബൻഡിന്റെ അനിയനാ അല്ലേ? ഹസ്ബൻഡാണ് ജനുവരി ജനിച്ചു. നമ്മളെ വീട്ടിലല്ല, മാറി താമസിക്കുന്നത്. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാ. രവിയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ രവിയുടെ കുടുംബം തന്നെയാണ്. നമ്മൾ താമസം മാറിയാലും വീടിന് ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ പോയാലും, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാറി 1000 മൈൽ അപ്പുറേ ഉള്ള ഒരു രാജ്യത്ത് നിൽക്കുക. എന്നോട് പാലും പറയും, എന്റെ അനിയന്റെ പേര് വന്നിട്ട് പറയും ഇന്ന കുടുംബത്തിലല്ലേ എന്ന് വെച്ചാൽ ഞാൻ തന്നെയാ അല്ലേ? ഞാൻ സ്ഥലം മാറിയെങ്കിൽ കുടുംബത്തിന്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. ദൈവാത്മാവിന് കുടുംബമാണ് വലുത്. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഈ രവി ഈ ജനുവരി മാസം ജനിച്ച വ്യക്തിയെയും ചേർത്തൊരു പ്രവൃത്തി കർത്താവ് അയക്കാൻ വേണ്ടി പോവാ. 17 വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് 17 വർഷം പഴക്കമുള്ള ഒരു വിഷയമാണ് ഇന്ന് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുക. അതിന്റെ ഡെലിവറൻസ് സംഭവിക്കാൻ വേണ്ടി ആ കാലത്തിൽ കുടുംബത്തിന്റെ അകത്ത് കയറി കൂടിയ ഒരു വിഷയം. ഈ 5 വർഷത്തിനിടയ്ക്ക് അവിടെ മരണം സംഭവിച്ചിട്ടുണ്ടോ ഭവനത്തിന്റെ അകത്ത്, ഈ കുടുംബത്തിന്റെ അകത്ത്? 5 വർഷത്തിന്റെ അകത്ത് ഓർമ്മയുണ്ടോ? കുടുംബക്കാര്, അതായത് നമ്മുടെ കുടുംബം, നമ്മുടെ സർക്കിള്, ഈ രവിയും
രവിയുടെ സഹോദരനും അല്ലാത്ത ഈ സർക്കിളിന്റെ അകത്ത് ഈ ആ ഒരു നടന്നിട്ടുണ്ട്. ആരാ മരിച്ചത് ഈ സർക്കിളിന്റെ അകത്ത്? അത് എന്റെ ഭർത്താവിന്റെ അമ്മേന്റെ ആങ്ങളെന്റെ ഭാര്യ. ഈ 5 വർഷത്തിന്റെ അകത്ത് മരിച്ചതാണ്? മരിച്ചിട്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ. 5 വർഷത്തിന്റെ അകത്താ. ആ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തിന്റെ അകത്ത് കയറിക്കൂടിയ സകല പൈശാചിക നുഖങ്ങളെയും ഇപ്പോൾ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ ഫ്രീ ആകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നുള്ളത് കർത്താവ് കാണിക്കുക. രവീനെയും ഇപ്പൊ പറഞ്ഞതുപോലെ ജനുവരി മാസം ജനിച്ച വ്യക്തിയെയും കർത്താവ് പൊതിഞ്ഞ് ഇന്ന് സൂക്ഷിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 17 വർഷമായി കാലപ്പഴക്കം ചെന്ന വിഷയം, മരണകാരണമായ വിഷയം ഇപ്പോൾ തന്നെ ആത്മാവിൽ ഇതിനെ വെട്ടിമാറ്റുന്നപ്പ ജീവൻ ഞങ്ങൾ കേട്ടതുപോലെ ഇന്ന് കർത്താവെ ആത്മാവിന്റെ ശക്തി അവിടെ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ പറഞ്ഞേറ്റെടുത്തു കേട്ടോ. യേശുവേ നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ആത്മാവ് സകലത്തെയും അറിയുന്നു. അതിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റെടുത്തിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സ്ട്രൈ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. ഓ ഷൽബേരിയ എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് പറഞ്ഞു കർത്താവെ എന്നോട് സംസാരിക്കണം, എന്നോട് സംസാരിക്കണം. ധൈര്യമായിട്ട് പറഞ്ഞു. കർത്താവെ മ്യൂട്ട് മാറ്റണ്ട, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് യേശുവേ ഷോഫലാർ മി ഹീഫസാനിയാൽ ഡോറിയാന്തരി. ഞാൻ ഇമ്മാനുവൽ എന്ന് പറയുന്ന പേര് മലയാളത്തിൽ എഴുതി ഇങ്ങനെ ഒരു ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്നതായിട്ടൊരു വീട് കർത്താവ് എന്നെ കാണുക. ഇമ്മാനുവൽ എന്ന് എഴുതിയിട്ട് ഒരു ഭിത്തിയാൽ ഇങ്ങനെ പതിപ്പിച്ചിരിക്കുന്ന എഴുത്ത് മലയാളത്തിൽ ഞാൻ കാണുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഏത് ഭവനത്തിലാണോ അത് ഇരിക്കുന്നത്, ഞാൻ ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് കർത്താവ് പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം തരുക. ഇന്ന് സൂമിലുണ്ട് ലൈവ് സ്ട്രീം 4 യൂട്യൂബ് അല്ല മൊത്തം നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഒരേപോലെ കാണുന്നവരെ ഇത് ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റിലോ എവിടെയെങ്കിലും നമ്മുടെ പ്രെയർ സൂമിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങളുമായിട്ട് ഇടപെടുന്നുവെങ്കിൽ വീടിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ ലിങ്കെ ക്ലിക്ക് ചെയ്ത് നേരെ സൂമിലോട്ട് പ്രവേശിക്കുക. ഇനി മ്യൂട്ട് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ആമേൻ പറയുക. അതിൻ്റെ സാക്ഷ്യം വാട്സാപ്പിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് അയക്കണം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. ഇമ്മാനുവൽ എഴുതിയേക്കുന്ന ഈ ഇതുള്ള ചിത്രമുള്ള ഭവനത്തെ ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവിനോട് പറയുന്ന ആ വ്യക്തിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ. ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാ. ഇമ്മാനുവൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ അങ്ങയുടെ പ്രവൃത്തിയെ അങ്ങ് അയക്കുന്നല്ലോ. ലോർഡ് ജീസസ് ഇപ്പോൾ തന്നെ അത് ഞാൻ റിലീസ് ചെയ്യുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ മനുവെന്ന് പറഞ്ഞൊരു പേര് കർത്താവ് എന്നെ കാണിക്കുക. മനുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ജൂൺ മാസം ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ജൂൺ മാസം മനുവുമായി ബന്ധപ്പെട്ട് ജൂൺ മാസം ആ കുടുംബത്തിന്റെ അകത്തൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ലോർഡ് ജീസസ്. ഞാൻ ഇന്ന് ആ വ്യക്തിയെയും ഈ മനുവിനെയും ഈ പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൽ ജനിച്ച വ്യക്തിയെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയുടെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണോ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു. എന്റെ ആങ്ങളയുടെ മോനാ. ജൂണുമായിട്ട് തന്നെ അസ്ത്ര ബന്ധം. മോന്റെ കുഞ്ഞ് ജനിച്ചത്. ഈ മോന്റെ കുഞ്ഞ് ജനിച്ചത് ജൂൺ മാസമാ. അതെ, പക്ഷെ അവര് വിശ്വാസത്തിലല്ല. മതി. നമ്മൾ അവരെ വിശ്വാസത്തിലേക്ക് നേടുവാനാണ് കർത്താവ് ഇത് വെളിപ്പെടുത്തുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നമ്മുടെ പ്രാർത്ഥന ആ കുടുംബത്തെ നമ്മളിലൂടെ ഒരു സാക്ഷ്യം അവരുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞ ആ അഭിഷേകത്തെ, പ്രാർത്ഥനയുടെ അഭിഷേകത്തെ സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഷൽബറാസീമാൻ. ഈ കൊച്ചുവേലിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് എന്റെ മനസ്സിലേക്ക് വരും. കൊച്ചുവേലിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര്. ആ വീട്ടുപേരുമായിട്ട് റിലേറ്റ് ചെയ്താൽ കൊച്ചുവേലിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര്, ആ വീട്ടുപേരുമായി റിലേറ്റ് ചെയ്തൊരു ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ കാണിക്കുക. നഷ്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീഴ്ചകളും നഷ്ടങ്ങളും സംഭവിച്ച ഭവനമാണ്. ഇതിന്റെ കാരണം ശ്രദ്ധിച്ചോണം. ഇതിന്റെ കാരണം ഭൗതികമല്ല, ഇതിന്റെ കാരണം ആത്മീകമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനെ പ്രാർത്ഥനയാൽ തമ്പുരാൻ ബ്രേക്ക് ചെയ്യാൻ പോവാം. ഏതാണ് കൊച്ചുവേലിൽ നിന്നുള്ള വീട്ടുപേരുമായി ബന്ധപ്പെട്ടത്?
കണക്ഷൻ ആരാണോ ഏറ്റെടുത്തോണം. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. ആമേൻ പറഞ്ഞ ആ ഭവനം ഏറ്റെടുക്കുക. ലോർഡ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പ ശോഭ റാമ ഫീന ലാബ്സറ്റീരിയാന്തിരി. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവേ, അങ്ങയുടെ വലിയ മഹത്വത്താൽ നിറയ്ക്കുന്ന കൃപയ്ക്ക് നന്ദി. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ആലോചന സൂമിലാണ് ഇടപെടുന്നതെങ്കിൽ അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റുക. ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ബാഗ് കർത്താവ് എന്നെ കാണിക്കുക. ഈ ബാഗിന്റെ അകത്ത് പറയാൻ വേണ്ടിയാണ് സൗകര്യങ്ങളെ മ്യൂട്ട് മാറ്റിയത്. അല്ലെങ്കിൽ എല്ലാവരും മ്യൂട്ട് ചെയ്യണമേ. എല്ലാവരും മ്യൂട്ട് ചെയ്ത്. സൂമിലാണ് ആലോചന ഇടപെടുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റുക. എന്നെ കർത്താവ് ഒരു ബാഗ്, ഒരു വ്യക്തിയെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ആ വ്യക്തിയെ ഒന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ആ വ്യക്തിയുടെ ബാഗ് കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ റെഡ് കളറിലെ ഒരു ചെറിയ ഒരു ഡോക്യുമെന്റ് പോലത്തെ, അതായത് നമ്മുടെ ഡയറി അല്ല, പക്ഷെ ഈ ഡോക്യുമെന്റ് പോലത്തെ ഒരു സാധനം ചതുരത്തിൽ, അതൊരു ബുക്ക്ലെറ്റ് പോലിരിക്കുന്ന ചുമന്ന കളറിലെ അതായത് പുറമോടിയുള്ള ഒരു സംഭവം കിടപ്പുണ്ട് ഈ ബാഗിന്റെ അകത്ത്. ഈ ബാഗിന്റെ ഉടമസ്ഥന്റെ ഈ ബാഗിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. അതിന്റെ അകത്ത് തന്നെ ഒരു സിൽവർ കളറിലെ വാച്ച് ഊരി ആ ബാഗിൽ ഇട്ടിരിക്കുക. ഈ ബാഗിന്റെ ഉടമസ്ഥൻ ചുവന്ന കളറിലെ ഈ ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സാധനം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതേപോലെ തന്നെ സിൽവർ കളറിലൊരു വാച്ച് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നുള്ളത് കർത്താവ് പറയുന്നു, അതിൻ്റെ ഉടമസ്ഥനെ, ആ വാച്ചിന്റെ ഉടമസ്ഥൻ, ആ വാച്ചിന്റെ ഉടമസ്ഥൻ ആ ബാഗിന്റെ അകത്തിരിക്കുന്ന ആളല്ല. അതായത് ഇട്ടിരിക്കുന്നത് ആ ബാഗിലാണെങ്കിലും അതിന്റെ ഉടമസ്ഥൻ, ആ വാച്ചിന്റെ ഉടമസ്ഥൻ ആ ബാഗുകാരനല്ല, അത് ഉപയോഗിക്കുന്ന ആളല്ല, മറ്റൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പറയുക, ലോർഡ് ജീസസ്, ഞാൻ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവ് ഒരു അടയാളമായിട്ട് ആ വ്യക്തിയെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഏത് വ്യക്തിയാണോ അത്, ആരുമായിട്ട് ബന്ധപ്പെട്ടതാണോ അത്, ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ അത്ഭുത കരം എന്ന് വെളിപ്പെടുക. ലോർഡ് ജീസസ്, യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണം. സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തു. വലിയൊരു അത്ഭുതം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ചെയ്യുക. ലോർഡ് ജീസസ്, ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മയാക്കി ദൈവമേ അങ്ങ് മാറ്റുന്നല്ലോ. കർത്താവിന്റെ പ്രവർത്തിക്കായി സ്തുതി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയാനാണോ? പറയാനല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. എൻ്റെ ഉള്ളത്തിൽ ഈ ഒരു സനോജിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയാ. സനോജിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ഈ വരുന്ന 3 മാസം, കറക്റ്റ് 3 മാസം, ഈ 3 മാസം തീരുന്നതിൻ്റെ അകത്ത് സനോജിന്റെ ഭവനത്തിൽ കാണാൻ വേണ്ടി പോവാം. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഞാനിത് റിലീസ് ചെയ്യുന്നപ്പ നന്മയാക്കി സ്വർഗമേ അങ്ങ് മാറ്റുന്നല്ലോ, സാക്ഷ്യമാക്കി അങ്ങ് മാറ്റുന്നല്ലോ, ആത്മാവിൽ കർത്താവ് അങ്ങ് ഇതിനെ തൊടുന്നല്ലോ. ലോർഡ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഷോഫന സനോജ് എന്റെ കക്ഷിയാണ് ബ്രദറെ. സിസ്റ്ററുടെ കക്ഷിയാണ്. ഞാൻ അയാളുടെ കേസ് മിനിഞ്ഞാന്ന് ഒരു തൃശ്ശൂർ കോടതിയിൽ അയാള് ഒരു ബേക്കറി നടത്തുന്ന ആളാണ്. അയാളുടെ ഓണർ അയാൾ അങ്ങോട്ട് മാറിയ സമയത്ത് അത് ഒഴിപ്പിക്കാൻ വേണ്ടി പൂട്ടിയിട്ടു. അപ്പൊ അത് തുറന്നു കിട്ടാൻ വേണ്ടി എവിറ്റ് ചെയ്ത് പോകരുതെന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി എവിറ്റ് ചെയ്ത് പോകരുത്. അത് പ്രാർത്ഥിച്ചോണം. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം. ഓഗസ്റ്റ് മാസത്തിലാണോ നോക്കണേ? ചോദിക്ക്. കർത്താവ് ഇന്ന് ആ വിഷയത്തിന്റെ അകത്ത് 3 മാസത്തിന്റെ അകത്ത്, 3 മാസം തീരുന്നതിന്റെ അകത്ത് അത്ഭുതകരമായ ഒരു പ്രവൃത്തിയെ ദൈവം കാണിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ.
ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവ്. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ യേശുവേ, അങ്ങയുടെ എല്ലാ പ്രവൃത്തികളും ഞങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, ഞങ്ങളുടെ ആത്മാവിൻ്റെ മേൽ, ഞങ്ങളുടെ ദേഹിയിൽ അങ്ങ് ചെയ്യുന്നല്ലോ. ഓ ഷാൽബേരിയ, റംസ്കേരിയ, എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ്. ഇന്ന് ലൈവിൽ കാണുന്നവരെ, സൂമിൽ കൂടുന്നവരെ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവ് നിങ്ങൾ ഇടപെടും. ഇന്ന് നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട, നിങ്ങളത് വാട്സാപ്പിലേക്ക് നിങ്ങളുടെ അയക്കുക ആലോചനകളെ. ഷബനിയ, ലസ്ഫറ്റേരിയ, റംസേരിയ, ലംഷേരിയ, റബ്തേരിയ, ചീസ്. ഒരു സബിത എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്, സബിത, ഞാൻ ഈ കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് വലിയൊരു കുരുക്കിൻ്റെ അകത്തു നിന്നും കർത്താവ് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ സബിതയുമായി ബന്ധപ്പെട്ട്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇപ്പോൾ തന്നെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ചില കൊടുക്കൽ വാങ്ങൽ നിമിത്തം വലിയൊരു കുരുക്കിൻ്റെ അകത്ത് കിടക്കുക. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ ആ കുരുക്കിനെ അഴിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ ഫ്രീ ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഇന്ന് അനേകരെ തൊടുന്ന ദൈവമാണല്ലോ അപ്പ. ഇന്ന് അവരുടെ കുരുക്കുകൾ അഴിച്ച് അവർ കടന്നു പോകുന്ന പ്രതികൂലത്തിൻ്റെ അകത്തുനിന്നും ദൈവം അവരെ അത്ഭുത സാക്ഷ്യമാക്കുന്നതിന് നന്ദി പറയുന്നപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. കർത്താവ് ഇന്ന് കുരുക്കുകളെ അഴിച്ച് സമാധാനത്തെ ദൈവം ഒരുക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. പറഞ്ഞു ഹോസ്റ്റേ. എന്റെ ഏട്ടന്റെ ഭാര്യന്റെ പേര് സവിത എന്നാണ്. അപ്പൊ മറ്റേ വിഷയം എന്താണെന്ന് എനിക്ക് അറിയില്ല. ഈ പുള്ളിക്കാട് ചോദിക്കട്ടെ, കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഉണ്ടായ വലിയൊരു കുരുക്ക് അവർക്കുണ്ട്, സാമ്പത്തിക കുരുക്കിന്റെ അകത്ത് കിടക്കുക. അവിടെ പറയണം, ആ കുരുക്ക്, ആ ഫിനാൻഷ്യൽ കുരുക്ക്, അതിൻ്റെ അകത്ത് നിന്ന് അഴിയുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കേട്ടോ, കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം ഉണ്ടായ ഒരു വിഷയവാദം ചോദിക്കും അവരോട്. കേട്ടോ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തെ കർത്താവ്, ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആധാരം എന്നെ കാണിക്കുക. 2 ആൺതലമുറകളെ ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുക. ഈ ജോൺ എന്ന് പറയുന്ന പിതാവിൻ്റെ ആധാരത്തിൽ 2 ആൺതലമുറകളെ ഞാൻ കാണുവാണ്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു നിയോഗം തരുക. ജോണിൻ്റെ ഭവനത്തിൽ 2 ആൺതലമുറകളുള്ള ഈ പിതാവിന് 2 ആൺതലമുറകളാണ്. ഈ 2 വ്യക്തികളുമായി ബന്ധപ്പെട്ട്, ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ തമ്മിൽ ഒരു കാഴ്ച ഞാൻ കാണിക്കുന്നു. ദൈവികമായിട്ടുള്ള ഐക്യത വെളിപ്പെടാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യതയില്ലാത്ത ചില അവസ്ഥകൾ ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുക. ഇതിൻ്റെ കാരണം യേശുവിൻ്റെ നാമത്തിൽ ആ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകാന്ന് പറഞ്ഞ ജോൺ എന്ന് പറയുന്ന പിതാവിൻ്റെ ആധാരത്തിൻ്റെ അകത്തുള്ള, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ 2 ആൺതലമുറയുള്ള വ്യക്തി ആരാണോ, ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ പറഞ്ഞ് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഏറ്റെടുത്തോണേ. ദൈവം യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ അത്ഭുതം അവിടെ കാണാൻ വേണ്ടി പോവാം. അതിൻ്റെ ആദ്യത്തെ സൈൻ പറയുന്നു, ഐക്യത വെളിപ്പെടും, സമാധാനം ആ കുടുംബത്തിൽ വെളിപ്പെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ആഷ്ലിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാ? ആഷ്ലിയുടെ കുടുംബം ഏതാ? ഭവനമാണ് ആഷ്ലിയുടെ കുടുംബം. ആഷ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുക. ഈ ദിവസങ്ങളിൽ ഇന്ന് ഉള്ളത്തെ ഒരു വാക്കിങ്ങനെ പറയുക, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ആഷ്ലിയുടെ ഭവനത്തിൽ അത് വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, പറഞ്ഞോ. എന്റെ മോളാണ് മിസ്റ്റർ, ഇത് ഏറ്റെടുത്തോ. ഇന്ന് കർത്താവ് പറയുകയാണ്, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അത്ഭുതകരമായ പ്രവർത്തിക്ക് വേണ്ടി തമ്പുരാൻ വേർതിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പ.
എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നൊരു മോഹനന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. മോഹനന്റെ ആൺതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. മോഹനന്റെ കുടുംബം ഏതാണോ മോഹനന്റെ ആൺതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. ഇപ്പോൾ തന്നെ യേശുവിന്റെ ഹലോ ബ്രദർ, പറഞ്ഞോ. ഞങ്ങളെ കുടുംബമാണ്. മോഹന്റെ കുടുംബം അതെ ആൺതലമുറയുണ്ടോ അവിടെ? അതെ, കൊച്ചുമോനുണ്ട്. ഇന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ ഉള്ളത്തിലേക്ക് പറയുക. യേശുവിന്റെ ആള് മരിച്ചു പോയതാ മോഹനൻ. അതെ മോഹനന്റെ ഭവനമാണിത്. അതെ അതെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ അങ്ങയുടെ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ ഇന്ന് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ. ആ തലമുറയെ ഞങ്ങൾ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പോ ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഏറ്റെടുത്ത് കേട്ടോ. ഈ മിഥുൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാരം മിഥുൻ. ഇന്ന് കുടുംബത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവോട് പറയും. മിഥുനുമായി ബന്ധപ്പെട്ടത് മിഥുന് എന്റെ വീട്ടില് മോഹന്റെ മോനുണ്ട്. ബ്രദറെ, എന്റെ അനിയത്തിയുടെ മോൻ മിഥുനുണ്ട്. എത്ര മിഥുന്മാരുണ്ട് ഇവിടെ? ഈ ആഗസ്റ്റ് മാസവുമായിട്ട് ബന്ധപ്പെട്ട മിഥുന്റെ ഭവനം ഏതാ? ആഗസ്റ്റ് മാസവുമായിട്ട് ബന്ധപ്പെട്ട മിഥുന്റെ ഭവനം, ആഗസ്റ്റ് മാസം ഇതുമായിട്ട് കണക്ഷനുള്ള മിഥുന്റെ ഭവനം ഏതാണോ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ആഗസ്റ്റ് മാസവുമായിട്ട് ബന്ധപ്പെട്ട മിഥുന്റെ ഭവനം. അറിയില്ല അത് പറഞ്ഞു. ഒരുമിച്ച് പറയല്ലേ, കേൾക്കുന്നില്ല. ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധപ്പെട്ട മിഥുന്റെ ഭവനം ഏതാ? ബ്രദറെ, എന്റെ അനിയന്റെ മിഥുനാണ്. അവന്റെ പിറന്നാൾ ഓഗസ്റ്റ് 18. അവന്റെ പേരെന്തുവാ? മിഥുൻ. അത് മാത്രം സഹോദരി ഒഴികെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. മിഥുൻ ഓഗസ്റ്റ് മാസം ജനിച്ച വ്യക്തി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പ. എന്താ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്നുള്ളത്തിൽ പറയുന്നത് 2 അത്ഭുത സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയിൽ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാ. നിങ്ങളുടെ പ്രാർത്ഥന അവരോട് പറഞ്ഞ ഞങ്ങളൊരു പ്രാർത്ഥനയെ കൂടുന്നതാണ്. ദൈവാത്മാവ് ബ്രദറിലൂടെ സംസാരിച്ചതാണ്. ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. സിസ്റ്ററെ, അവന്റെ പേരും അവൻ ഓഗസ്റ്റ് ജനിച്ചാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. ഇത് അയച്ചു കൊടുക്കണം, പറയണം. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. അനർത്ഥം വരുന്നതിന് മുമ്പേ കർത്താവ് വെളിപ്പെടുത്തുന്ന അനർത്ഥം വരാൻ വേണ്ടിയല്ല, പ്രാർത്ഥനയിൽ ജയം എടുക്കാൻ വേണ്ടി കേട്ടോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു, അയച്ചു കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇന്ന് പറഞ്ഞ നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിന്റെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതാണ് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആത്മീക വർധനവ്, അതായത് ആത്മമനുഷ്യനും പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുവാനുള്ള വളർച്ച. ഞാൻ പറഞ്ഞല്ലോ, ഞാനും നിങ്ങളെ പോലെ വളരുന്ന ഒരാളാണ്. ശ്രദ്ധിച്ചോണേ, നിങ്ങളും വളരണം എന്നതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്കൊരു കൂട്ടായ്മ. നമ്മുടെ കൂട്ടായ്മ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയാണിത്. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ മനുഷ്യനെ ആത്മാവിൽ വളർത്തുക. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ ഓരോ ആലോചന കേൾക്കുമ്പോഴും ലൈവിലും സൂമിലും ഒക്കെ കേൾക്കുന്നവരെ ഞാൻ നിങ്ങളെ ഇതിൻ്റെ അകത്ത് ക്ഷണിക്കുന്ന അനേകരെ നിങ്ങൾ ഇപ്പം പറഞ്ഞു കേട്ടില്ലേ, വിശ്വാസികളല്ലാത്ത ഭവനങ്ങളെ നിങ്ങളുടെ കുടുംബക്കാരുടെ അകത്ത് വെളിപ്പെടുത്തുമ്പോൾ അവരെ നേടുവാൻ വേണ്ടി ദൈവം ഒരു കൺഫർമേഷൻ തരുവാ. അത് ഉറപ്പ് തരുവാണ്. കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ തരുമെന്നുള്ളതിൻ്റെ ധൈര്യമാണ് നമുക്കത്. മനുഷ്യനെ ബലപ്പെടുത്തുക. ഈ ദിവസങ്ങളിലെ ഒറ്റ ക്ലാസ് നിങ്ങൾ കളയരുതെന്ന് ഞാൻ കർത്താവിൽ നിങ്ങളെ നിർബന്ധിക്കുവാണ്. കാര്യം ഈ ദിവസങ്ങളിൽ നിങ്ങൾ വളരണം. ഈ വളർച്ച ഇല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും എനിക്കറിയാം, പല വിശ്വാസിയും പലതും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം. പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല, ദൈവത്തിന്റെ ഹിതം ഇതായിരിക്കും. അല്ല, പിശാച് സന്തോഷിക്കുക. കാര്യം നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതം അറിയത്തില്ല. ഇതിനെ നിങ്ങൾ റിവീൽ ചെയ്തെടുക്കുവാനുള്ള നിങ്ങളുടെ ഇന്നർ മാന്റെ വളർച്ചക്കുറവാണ് ഇതിന്റെ കാരണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ്, ഇന്ന് ഞാൻ വേറൊരു വാക്കി എടുക്കാൻ വേണ്ടി ഇരുന്നത്, പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഇന്ന് ഈ വിഷയമാണ് ഈ ദിവസങ്ങളിൽ പറയേണ്ടത്. ഇന്നർ മാൻ, മനുഷ്യൻ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെയും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവി സോഫർ അലിയ മിനാസിയാന്തരി ഷംദഹസ്വാറ്റയിലെ ബ്രോഫാസി. 2 ആൺതലമുറയുള്ള ഡേവിഡിന്റെ ഭവനവേദ. 2 ആൺതലമുറയുള്ള ഡേവിഡിന്റെ ഭവനവേദ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക.
ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവരുടെ ഫ്യൂച്ചറിന്റെ അകത്ത് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാം. ഡേവിഡിന്റെ ഭവനം, ഡേവിഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനം 2 ആൺ തലമുറകളുള്ള ഡേവിഡിന്റെ ഭവനമാണ്. ഷമാല ഫ്രാസിയാൻഡിരിമ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നിങ്ങൾ കോ ഹോസ്റ്റ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചോണേ, പറയാൻ വേണ്ടി വരുന്നവരെയും കൂടെ മ്യൂട്ട് ചെയ്യരുതേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവരാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ വീടിൻ്റെ അകത്ത് ആരാധന സ്വാതന്ത്ര്യം ഇല്ലാത്തവരാണ് ഹെഡ്സെറ്റ് വെച്ചേക്കുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താലും മതി. ലോർഡ് ജീസസ്, ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തിന്റെ അകത്ത് ഈ 2 തലമുറകളുടെ ഫ്യൂച്ചറിനെ കർത്താവ് തുറക്കുക. അതിനായിട്ട് കർത്താവിൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ഷാജീനെ ദൈവം അയക്കും. ഷാജി ആ ഭവനത്തിലോട്ട് വരും. ഈ ആലോചന കേട്ടതിന് ശേഷം നിങ്ങൾ വിളിക്കാതെ, ഫോൺ ചെയ്യാതെ, മെസ്സേജ് അയക്കാതെ ഷാജി ആ ഭവനത്തിലോട്ട് വരുന്ന ഒരു സൈനായിട്ട് കർത്താവ് പറയുന്നു. ഞാനിതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലോർഡ്, സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോയി. ഷബന റാഫ്സിയാൻ ടെരിമ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ. പറഞ്ഞു സിസ്റ്ററെ. എന്റെ ബ്രദറിന് പേര് ഡേവിഡ് എന്നാ. 2 ആൺകുട്ടികളുണ്ട്, പക്ഷെ ഒരു മോളും ഉണ്ട്. ഈ 2 ആൺകുട്ടീനെയാണ് ഞാൻ കാണുന്നത് സിസ്റ്ററെ. മോളോ അല്ലെങ്കിൽ ആൺകുട്ടികളും ഉണ്ട്. 2 ആൺകുട്ടീനെയാണ് ഞാൻ ഡേവിഡിന്റെ 2 ആൺകുട്ടികളെയാണ് ഞാൻ കാണുന്നത്. ഈ 2 ആൺകുട്ടികളുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിനകത്ത് ഷാജിയുമായിട്ട് ബന്ധമുള്ളവരെ അറിയാം. അവർക്ക് ഷാജിയുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് അറിയാം. ഷാജി എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡാ ഷാജി. ആ, ഡേവിഡ് എന്നുള്ളത് ഡേവിഡ് എന്റെ ബ്രദറാ, സിസ്റ്ററുടെ ബ്രദറാ. അപ്പൊ അവരോടൊന്നും അറിയിക്കരുത്. ഈ കാര്യങ്ങളൊന്നും പരസ്പരം നിങ്ങൾ അറിയിക്കരുത്. ഈ ഷാജി ഈ ഭവനത്തിൽ വരുന്നത് ഈ ആൺ തലമുറകളുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന്റെ ഗുഡ് ന്യൂസിന് വേണ്ടിയാണ്. അപ്പൊ അത് പ്രാർത്ഥിച്ചോണേ. കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് അവരോട് ഇപ്പൊ ഒന്നും പറയണ്ട. അവരോട് വേണം ആലോചന അറിയിച്ചോ, പക്ഷെ ഷാജിയുടെ ഭവനത്തിൽ ഇത് അറിയിക്കരുത് കേട്ടോ. ഷാജി വിളിക്കാതെ വരും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ കയറി വരുമ്പോ തന്നെ ഈ ലൈറ്റ് വയലറ്റ് കളറില്, ഭയങ്കര കട്ടി വയലറ്റ് അല്ല, ലൈറ്റ് വയലറ്റ് കളറിലെ ഒരു കർട്ടൻ ഇട്ടിരിക്കുന്ന ഒരു ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ ഒരു മുറിയിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഈ ഒരു കർട്ടൻ കവർ ചെയ്ത് വേണം അകത്തോട്ട് കയറി പോവാൻ. ഞാൻ ഈ കർട്ടൻ കവർ ചെയ്ത് അകത്തോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു മുറി കാണുവാണ്. ആ മുറിയിൽ എസ് എന്ന് പറയുന്ന ഒരക്ഷരമുള്ള ഒരു വ്യക്തി ഇരിക്കുന്നത് ഞാൻ കാണുക. അത് ആരുടെ ഭവനമാണോ ഈ പറഞ്ഞതുപോലെ കയറി വരുമ്പോൾ തന്നെ ലൈറ്റ് വയലറ്റ് കളറിലെ ഈ എന്താ പറയുന്നത് കർട്ടൻ ഇട്ടിരിക്കുന്നു. അത് നീക്കി മുമ്പോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു റൂമിൽ എസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു മുറി ഞാൻ കാണുക. ലോർഡ് ജീസസ്, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നോട് പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനത് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഏത് ഭവനമാണോ, ഏത് വ്യക്തിയാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളതിനെ കർത്താവ് ഇന്ന് റിലീസ് ചെയ്യുന്നു. ആ വ്യക്തിയുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ഇനി കരയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ സാക്ഷ്യമായി നിൽക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞു. അതിനെ സ്വീകരിച്ചു. പറയാനാണോ? പറഞ്ഞു. ലൈറ്റ് വയലറ്റില് ഡിസൈൻ ഉള്ളൊരു ബാക്കി എല്ലാരും മയക്കി വിട്ടു. ആരാ സിസ്റ്റർ പറയുന്നത്? സിസ്റ്റർ ആരാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാന് ഉഷ എന്നാണ് എന്റെ പേര്. ഈ മുറിക്കകത്തിരിക്കുന്ന ആരാ സിസ്റ്റർ? അത് ഞാനാണ്. എന്റെ പേര് ഉഷ എന്നാണ്. എസ് രണ്ടാമത്തെ അക്ഷരമാണ് എസ്. എസ് എന്ന് പറയുന്ന ആളാണ് അവിടെ ഇരിക്കുന്നത്. ആ മുറിയുമായിട്ട് ബന്ധപ്പെട്ട് എസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഈ ലൈറ്റ് വയലറ്റ് കളറിലെ കർട്ടൻ കഴിഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പം ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന മുറിയിൽ എസ് എന്ന് പറയുന്ന അക്ഷരത്തിലുള്ള ആളാണ് കേട്ടോ. ആ വ്യക്തിക്ക് വേണ്ടിയുള്ള ആലോചനയാണ്. ആ വ്യക്തി ആരാണോ? പറഞ്ഞു. ലൈറ്റ് റോസ് ആണോ? അയ്യോ, ലൈറ്റ് വയലറ്റ് സിസ്റ്ററെ. സോറി, വയലറ്റ് കളറാണ്. എടുത്ത് ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചോണേ. അടയാളങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക.
നമുക്ക് എങ്ങനെയും ഒപ്പിക്കുക എന്നുള്ളതല്ല. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആലോചനയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം നമുക്ക് സൂമിലുണ്ട്, യൂട്യൂബിലും മറ്റ് ഫേസ്ബുക്കിലും ഒക്കെ ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണോ ആ വ്യക്തി മാത്രം ഇടുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ലോർഡ് ജീസസ് ഇന്നെൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കാൻ റെഡിയാണോ? രോഗികളായി ഭാരപ്പെടുന്നവരെ രോഗമുള്ള ഭാഗത്ത് കൈവെക്കാവോ? എന്നാ വേദനയുള്ള ഭാഗത്ത് കൈവെക്കാവോ? ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എത്ര പേര് വിശ്വസിച്ചു? കഴിഞ്ഞ ദിവസം മിറക്കിൾ മണി, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞ് മിറക്കിൾ മണി വെളിപ്പെട്ടിട്ട് ബാങ്കിൽ നിന്ന് അവർ പ്രൂഫ് കാണിക്കാതെ പൈസ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ശ്രദ്ധിച്ചോണം. മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഭയപ്പെടാതെ, അതെൻ്റെ പൈസ തന്നെയാണ്, അത് യേശുവിൻ്റെ നാമത്തിൽ ATM വഴിയോ നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയോ അത് റിലീസ് ചെയ്തോണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവർ കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയേ വേണ്ട. കർത്താവ് യേശു സമ്പന്നനായത്, കർത്താവ് ദരിദ്രനായത് ഞാൻ ബഹുസമ്പന്നനാകാൻ വേണ്ടി തന്നെയാണ്. അബ്രഹാമിന്റെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ വന്നിരിക്കുന്നു. അത് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാണെങ്കിലും മീൻ്റെ അകത്ത് മറച്ചു വെച്ചിട്ടാണെങ്കിലും അത് എന്താ പറയുന്നത്, വിധവയുടെ ഭവനത്തിന്റെ കലത്തിൽ നിറവ് വന്ന പോലെ ആണെങ്കിലും എണ്ണ വർദ്ധിച്ച് ഏത് രീതിയിലും മിറക്കിൾ മണിയാണ് ഉണ്ടാകുന്നത്, മിറക്കിളായിട്ട്. അപ്പൊ ബാങ്കിൽ വരുമ്പോൾ നിങ്ങൾ അവരോട് പോയി പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് എൻ്റെ പൈസ തന്നെയാണ്, അത് ക്ലെയിം ചെയ്തെടുക്കുക. അവരോട് നിങ്ങൾ അത് നിങ്ങളുടെ പൈസ എന്ന് തന്നെ ധൈര്യത്തോടെ പറയുക. അവരെ ഭയപ്പെടരുത്. കർത്താവിന്റെ പ്രാർത്ഥനയുടെ മറുകഴിഞ്ഞ സൗകര്യം പറയാൻ ഇടയാ തീർന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞു അത് എൻ്റെ അവകാശമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് യേശുവേ, ഇന്ന വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എൻ്റെ കൂടെ എന്ന് പറയാൻ പറ്റുമോ? മ്യൂട്ട് മാറ്റണ്ട, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. അത് തേയ്മാനമായിക്കോട്ടെ, മുഴയായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, ഏത് രോഗമാണെങ്കിലും കൈയെടുത്ത് വെച്ച് എൻ്റെ കൂടെ ഒന്ന് പറയാവോ? യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. കർത്താവ് എൻ്റെ തേയ്മാനം, എന്താണോ നിങ്ങളുടെ രോഗം പറഞ്ഞു, അത് പ്രഷർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, ഇത് നിങ്ങൾ ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവരായിക്കോട്ടെ, നീരോ ബുദ്ധിമുട്ടുകളോ, കണ്ണാടി വെച്ചേക്കുന്നവരെല്ലാം കണ്ണാടി ഊരിക്ക്. കണ്ണാടി വെച്ചുകൊണ്ട് ആരും പ്രാർത്ഥനാ സമയത്ത് കേൾക്കണ്ട, എല്ലാവരും കണ്ണാടി ഊരിക്കും. എല്ലാവരും ഊരിക്കും. എന്നിട്ട് പറ, കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കും. കണ്ണാടി ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കുരുടന്മാർ തന്നെയാണ്. വചനം പറഞ്ഞ് കുരുടൻ കാണും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും, മരിച്ചത് ഉയർക്കും. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചതിനെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കണ്ടോ? ആ വലത് കൈയെ നോക്കിയിട്ട് പറയും, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. രോഗികളുടെ മേൽ കൈവച്ചാൽ ആ സ്വന്തം കൈയെടുത്ത് ആ ദേഹത്തോട്ട് എടുത്തു വെച്ച് കർത്താവായ യേശുവേ, അങ്ങയുടെ അടിപ്പിടി ഈ AD എന്ന് പറയുന്ന, നമുക്ക് AD 53 എന്നൊക്കെ പറഞ്ഞ പോലെ AD എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മൾ AD BC എന്ന് പറഞ്ഞത്, അതിൽ AD എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു ഭിത്തിയാലാണോ ഷെൽഫിലാണോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക AD എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ആ AD കാലഘട്ടത്തെ കുറിക്കുന്ന ഒരു സിമ്പൽ ഒരു ഭവനത്തിൽ ഞാൻ കാണുക. അത് ഏത് ഭവനത്തിലാണോ ആ സിമ്പലുള്ള സംഭവം ഇരിക്കുന്നത്, അത് ആ കുടുംബത്തിന്റെ അകത്ത് കൊണ്ടുവച്ച ആൾ ആരാണോ ആ വ്യക്തിയെ കർത്താവ് ഈ ദിവസങ്ങളിൽ സ്പർശിക്കാൻ വേണ്ടി പോവുക. അതൊരു സൈനായിട്ട് കാണിക്കുക. ആ AD എന്നുള്ള സംഭവം കൊണ്ടുവച്ചേക്കുന്ന ആരാണോ, അതാരുമായി റിലേറ്റ് ചെയ്താണ് അതിനെ കൊണ്ടുവച്ച ആൾ ആരാണോ ഭവനത്തിൽ, ആ വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി ഇപ്പോൾ ഇതൊരു സൈനായിട്ട് ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണ്. ആ വിഷയത്തിന് കുഴപ്പമൊന്നുമില്ല, ആ സിമ്പലിനോ ചിത്രത്തിനോ പ്രശ്നമൊന്നുമില്ല, ADക്കൊരു പ്രശ്നവുമില്ല. അത് കൊണ്ടുവച്ച ആളെ ഫോക്കസ് ചെയ്യാൻ. ലോർഡ് ജീസസ്, അതാരാന്ന് വെച്ച് ഏറ്റെടുത്തോണേ. ദൈവം ആ വ്യക്തിയെ തൊടും ഈ ദിവസങ്ങളിൽ. നന്ദി യേശുവേ. കൈയെടുത്ത് വെച്ചു. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കൽപ്പിക്കുന്നവ, രോഗസൗഖ്യം പറ എൻ്റെ അവകാശമാണ്, ആരോഗ്യം എൻ്റെ അവകാശമാണ്, ഉയർച്ച എൻ്റെ അവകാശമാണ്, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എൻ്റെ അവകാശമാണ്, സമാധാനം എൻ്റെ അവകാശമാണ്, സന്തോഷം എൻ്റെ അവകാശമാണ്, സമാധാനമുള്ള ഐക്യതയുള്ള കുടുംബജീവിതം എൻ്റെ അവകാശമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈ അടുത്ത് വെച്ച് കൈ മാറ്റല്ലേ. കണ്ണെ കൈ വെച്ച് പറ, കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചു, കർത്താവ് എൻ്റെ വേദന ചുമന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അപ്പ കാലപ്പഴക്കം ചെന്ന വേദനകൾ, ആ രോഗശക്തികൾ, രോഗത്തിൻ്റെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു.
Lord Jesus Christ. Healing in the name of Jesus Christ. Healing power in the name of Jesus. കർത്താവിന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നു. കൈമാറ്റല്ലേ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വേദന പൂർണ്ണ സൗഖ്യം ശരീരത്തിന് അവൻ കൽപ്പിച്ചാക്കുന്നപ്പ. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരട്ടെ. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരട്ടെ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് പ്രാർത്ഥിച്ചവര് തിരിച്ചോ മറിച്ചോ എങ്ങനെയൊക്കെയാണോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയത് ഒന്ന് ചെക്ക് ചെയ്ത് വേഗത്തിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നടന്നോ ഇരുന്നോ കൈയൊക്കെ തിരിച്ചോ എടുക്കാൻ പറ്റാത്തൊക്കെ എടുത്തോ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു പൂർണ്ണ സൗഖ്യമായെന്ന് പറയുന്നവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്കും പറയാം. സൗഖ്യമുള്ളവര് ലൈറ്റ് കളറ് കട്ടൻ ലെഫ്റ്റ് സൈഡ്. എന്റെ പേര് സൂസൻ എന്നാണ്. ഞാനാണ് ആ റൂമിലിരിക്കുന്നത്. സിസ്റ്റർ ആ റൂമിൽ ഇരിക്കുന്നത്. ഈ പറഞ്ഞ ലൈറ്റ് വൈലറ്റ് കളർ കട്ടൻ സിസ്റ്ററുടെ ഭവനത്തിലാണോ? ലെഫ്റ്റിലാണോ മുറിയിരിക്കുന്നത്? അതെ. ഇന്ന് കർത്താവ് പറയുന്ന കണ്ണുനീരിന് അറുതി വരാൻ വേണ്ടി പോവാണ്. ഇനി കർത്താവിന്റെ നാമത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടി പോവാ കേട്ടോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് പറഞ്ഞു പറഞ്ഞു ബാംഗ്ലൂരാണ്. അവിടെ നിന്ന് ടി സിക്ക് വേണ്ടി ശ്രമിച്ച് അപ്പോഴും അവന് പോസ്റ്റിംഗ് വന്ന് അപ്പോഴും അവര് ആദ്യം ടി സി കൊടുക്കൂല എന്ന് പറഞ്ഞ് എന്നിട്ട് പിന്നെ ടി സിക്ക് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവന് ടി സി കിട്ടി. അതുപോലെ അവിടെ നിന്ന് അവന്റെ ഓഫീസിൽ നിന്ന് എഴുതി കിട്ടാൻ താമസമായിരുന്നു. അതും എഴുതി കിട്ടി. അവരിപ്പോ യാത്രയിലാണ്, നാട്ടിലേക്ക് വരാനായി. അങ്ങനെ ഒരു സാക്ഷ്യം ഞാൻ കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കുക. അസാധ്യങ്ങളെ സാധ്യമാകുന്ന കർത്താവ് കൂടെ ഉണ്ട് കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു പറഞ്ഞു. അതെ, ഞാൻ ഇവിടെ എന്റെ ഹസ്ബൻഡാണ് മോഹനൻ. ഇത് തലമുറയുണ്ട്. മോഹനന്റെ ഭവനമാണ്. അതെ, ഏറ്റെടുത്തു. കർത്താവ് അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോട്ടോ. എന്റെ ഹസ്ബൻഡ് രണ്ട് തലമുറകൾ. ഒരേ ആലോചന ഒരേപോലെ വരുന്ന ഒരേ അടയാളമുള്ളവരും സ്വീകരിച്ചോണം. എടുത്തു പറയേണ്ടത് ആവശ്യമില്ല. അത് കർത്താവ് അതിന്റെ മേലെ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പോട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു 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 മഹത്വം ഉണ്ടാകട്ടെ. എന്റെ 2 ദിവസമായിട്ട് എന്റെ രണ്ട് കൈയും ചൊറിഞ്ഞു പൊട്ടി ഒരു രക്ഷയില്ല. ചോറ് പോലും തിന്നാൻ മേലാത്ത ഒരവസ്ഥയിലായിരുന്നു. കയ്യിലൂടെ ബ്ലഡ് ഇങ്ങനെ പഞ്ച് എടുക്കുന്ന പ്രാർത്ഥനയിൽ കൈ വെച്ച് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറഞ്ഞ ഒരു മിനിറ്റ്. കൈ കാണിച്ചു. കണ്ടോ? കാണാവോ? കൈ അകത്തി പിടിച്ചേ, പുറകോട്ട് പിടിച്ചേ. കാണാവോ? ഇത് മൊത്തം ചൊറിഞ്ഞു പൊട്ടി, 2 കൈയും ചൊറിഞ്ഞു പൊട്ടിയതാണ്. ഇന്നത്തെ പ്രാർത്ഥനയില് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ കൈ രണ്ടും ഉണങ്ങിയ പോലെ ഇരിക്കുക. ഓ യേശു. അതായത് ഇത്രയും നേരം ഇന്നലെ വരെ മുറിവുണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇപ്പൊ ഒട്ടുമില്ല, വേദനയും മുറിവും ഇല്ല. മുറിവ് മൊത്തം കരിഞ്ഞു പോയി. ഓ എന്റെ യേശു, നിങ്ങൾ കേട്ടെ, ഒറ്റ രാത്രി കൊണ്ട് ആ മുറിവ് മൊത്തം കരിഞ്ഞു പോയി. കൈ ഒന്നും കാണിച്ച് പ്രസാദ് പറയാ, കൈ ഒന്നും കാണിച്ച്. ക്ലിയർ അല്ലേ ഞങ്ങക്ക്? ലോർഡ് ജീസസ്. കാണാം. നിങ്ങൾ കണ്ടല്ലോ, കൈ കണ്ടല്ലോ. അത് ഒറ്റ രാത്രി കൊണ്ട് ഒരിക്കലും ഒരു മുറിവും കരിയത്തില്ല. പക്ഷെ ഇന്നലത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയില് മൊത്തം കരിഞ്ഞു. കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. അനേകരെ സൗഖ്യമാക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള്. ഗോഡ് ബ്ലസ് യു. ആരടുത്തുള്ളത്? പൂർണ്ണ സൗഖ്യം ലഭിച്ചവര് സാക്ഷ്യം പറയുക. പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശമാണ്, ആശ്വാസമല്ല, കുഴപ്പമില്ലെന്നുള്ളതല്ല. പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശമാണ്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. പറഞ്ഞു. എനിക്ക് ഇന്നലെ 2 ദിവസമായിട്ട് എനിക്ക് പനിയായിരുന്നു. ഇന്നലെ ഒരു സിസ്റ്റർ പറഞ്ഞു അവിടെ
പ്രാർത്ഥിച്ച എനിക്ക് രാത്രിയിൽ ഉറക്കത്തിന് സുഖം കിട്ടിയതെന്നും പറഞ്ഞൊരു സിസ്റ്റർ അവിടെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനും അത് ഇന്നലെ എനിക്ക് ബാത്റൂമിൽ ചുമക്കുകയും തുമ്മലുമായിരുന്നു. ചുമയും തുമ്മലും വന്നിട്ട് എനിക്ക് ഇരിക്കാനൊക്കത്തില്ല, ഓടിപ്പോണം, അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ സമയത്ത് ഞാനിത് ഇന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഏറ്റു പറഞ്ഞു. ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങി. ഇന്ന് ഇതുവരെയും വലിയ ചുമയൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഇനി അത് മേലാ വരത്തില്ല കേട്ടോ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിടിച്ചു കെട്ടിയതുപോലെല്ലാം നിൽക്കും. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, ഒരു സാക്ഷിയുണ്ട്. പറഞ്ഞോ. ഇന്നലെ രാത്രിയില് വീടിനടുത്തുള്ള ഒരു മോൻ, ശ്രീമോൻ എന്നാണ് അവന്റെ പേര്. അവനിപ്പോ 19 വയസ്സുണ്ട്. അവന് ഇത്തിരി വെച്ചാല് ലോകപരമായിട്ട് നടപ്പ്, ഇത്തിരി കഞ്ചാവ്, ലഹരി ഉപയോഗം അങ്ങനെയൊക്കെ ആയിട്ട് നടക്കണം അവൻ. അപ്പൊ അവന്റെ അമ്മ ഗൾഫിലാണ്. അപ്പൊ അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് എടുത്ത് വെച്ചു. ഈ 28-ാം തീയതി വിസ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രിയില് പാസ്പോർട്ട് നോക്കിയപ്പോ കാണുന്നില്ല. രാത്രി ഒരു 12 മണിയായി എന്നെ വിളിച്ചപ്പോ. അപ്പൊ പറഞ്ഞു പാസ്പോർട്ട് കാണുന്നില്ല മോന്റെ, 28-ാം തീയതി ഞങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടി ഇത് ടിക്കറ്റിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അവരെല്ലാം അവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഞങ്ങള് ഇപ്പൊ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. കുറെ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും പിന്നെ ഞാൻ വിളിക്കുമ്പോ അവര് എല്ലാം അവിടെ നോക്കിക്കൊണ്ടിരിക്കുക, കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ അജിത സിസ്റ്ററെ വിളിച്ച് വിവരം പറഞ്ഞു. അപ്പൊ അജിത സിസ്റ്റർ രാത്രി 1 മണിക്ക് ആവാറായിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ അങ്ങ് അത് കിട്ടിയതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പാസ്പോർട്ട് കിട്ടിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ആ പാസ്പോർട്ട് നോക്കി 1/2 മണിക്കൂറിനുള്ളിൽ പാസ്പോർട്ട് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. നന്ദി കർത്താവേ. തീർച്ചയായിട്ടും എന്ന് സഹോദരൻ പറഞ്ഞ പോലെ തന്നെ കിട്ടിയതിനായി നന്ദി. നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ പ്രാർത്ഥനയുടെ കീ അതാണ്. ലഭിക്കണം എന്നല്ല, ലഭിച്ചതിനായി നന്ദി എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ സഹോദരി പ്രാർത്ഥിച്ചു. അത് പറഞ്ഞ പോലെ തന്നെ കാണാതെ പോയതാണ്, പക്ഷെ അത് കണ്ടെത്തി. കിട്ടിയെന്ന് പറഞ്ഞാൽ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകും. മറന്നുപോരുതേ. പ്രാർത്ഥന ഇതാണ്. ഗോഡ് ബ്ലസ് യു. അനേകർക്ക് ക്രിസ്തുവിന്റെ സാക്ഷിയാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല. പറഞ്ഞോ. എന്റെ പേര് അശ്വതി എന്നാണ്. എന്റെ മോന്റെ കുഞ്ഞിന് 4.5 വയസ്സുണ്ട്. കുഞ്ഞ് LKG പഠിക്കുകയാണ്. ഇന്നലെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് കുഞ്ഞിന്റെ അരയിൽ കിടന്ന് അരഞ്ഞാണ് കൊളുത്തൂരിപ്പോയത്. കുഞ്ഞറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ വൈകുന്നേരം എന്നോട് പറഞ്ഞില്ല, പക്ഷെ വീട്ടിൽ സംസാരിക്കുന്ന കേട്ടു. അപ്പൊ കുഞ്ഞു എന്നോട് പറഞ്ഞു, അച്ഛമ്മ എന്റെ അരഞ്ഞാണം പോയെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു സാരയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച കർത്താവേ, എന്റെ അധ്വാനം പറഞ്ഞ് ഞാൻ തിന്നും, എനിക്ക് നന്മ വരും. ഞാൻ അത് കർത്താവെ നാളെ കുഞ്ഞു ചെല്ലുമ്പോൾ അത് ലഭിച്ചതായി ഞാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള വചനം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു ബ്രദർ. അതിൽ ആ റോഡെ പോയി വെച്ച് ചേച്ചിക്ക് അത് കെട്ടി. എന്നിട്ട് ഇന്നത് ആ ചേച്ചി അവിടെ കൊണ്ട് കൊടുത്തു. ഇന്ന് കുഞ്ഞ് വന്നപ്പം അരഞ്ഞാണം, വൈകുന്നേരം വന്നപ്പോഴത്തേന് അരഞ്ഞാണം കിട്ടി ബ്രദർ. ഗോഡ് ബ്ലസ് യു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അസാധ്യങ്ങൾ, നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന നമ്മൾ പോലും അറിയാത്ത മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് നിങ്ങൾ കാണാതെ പോയ നഷ്ടപ്പെട്ടതുപോലെ സ്വർണ്ണങ്ങളോ മറ്റോ ഒക്കെ ഉള്ളവരുണ്ടോ? നിങ്ങൾ ഈ ദിവസങ്ങളിൽ ലഭിച്ചു എന്ന് വിശ്വസിപ്പിന്, എന്നാൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൽപ്പിച്ച് പ്രാർത്ഥിച്ചോണം. നഷ്ടപ്പെട്ടത് മടങ്ങി വരും കേട്ടോ. നമ്മൾ ഇരിക്കുന്നിടത്ത്, നമ്മുടെ കാണുന്നിടത്ത് അത് മടങ്ങി വരാൻ വേണ്ടി പോവാണ്. വിട്ടുകൊടുക്കരുത്. കർത്താവ് പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം. മറന്നു പോരുത്, നമുക്ക് നാളത്തെ കഴിഞ്ഞ് ശനിയാഴ്ച പ്രാർത്ഥന UK നടക്കുന്നു. അപ്പൊ ശനിയാഴ്ചത്തെ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ്, അവിടുത്തെ മീറ്റിങ്ങുമായിട്ട് മിങ്കിൾ ചെയ്ത് പോവാണ്. ശനിയാഴ്ച അവിടെ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. മാക്സിമം സൂം മീറ്റിംഗ് അവിടെ ചെയ്യുവാൻ നോക്കുന്നുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ, നെറ്റ്വർക്കിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എങ്കിലും അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അത് മീറ്റിംഗ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ മീറ്റിംഗോട് പ്രാർത്ഥിക്കുക. വൈകിട്ട് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ആത്മാവിൽ വളരണം. ഈ ദിവസങ്ങളിൽ ആത്മീയ വളർച്ചയാണ് വിഷയം. നമുക്ക് ആത്മീയ വളർച്ച വളരെ ആവശ്യമാണ്. ആത്മാവിൽ വളരുന്നവരായി കർത്താവ് നിങ്ങളെ മാറ്റും. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം